ഫോറിൻ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് അല്ലെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്നുള്ളത് മാർക്കറ്റിലേക്ക് പുറത്തു നിന്നുള്ളൊരു കമ്പനി വരുന്നു, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ വരുന്നു. ആ ഇൻഡിവിജ്വൽ ഇന്ത്യയിലെ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു അവരുടെ ഓൾറെഡി അവിടെ സക്സസ്ഫുൾ ആയ ബിസിനസ് ആയിരിക്കും, ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുന്നു, ഇന്ത്യൻ എൻവയോൺമെന്റിൽ സ്റ്റാർട്ട് ചെയ്യുകയും സെറ്റപ്പ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതൊരു ലോങ് ടേം പ്രോസസ്സ് ആയിരിക്കും. അപ്പോൾ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണോ കൂടേണ്ടത്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണോ കൂടേണ്ടതെന്ന് ചോദിച്ചാൽ അവിടെ കൂടുതൽ ഉണ്ടാവേണ്ടത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. കാരണം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ ചിലപ്പോൾ അവരിവിടെ ഒരു ലാൻഡ് ലീസിനെടുത്ത് അല്ലെങ്കിൽ ഒരു ലാൻഡ് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അതിലൊരു ഫാക്ടറി കൺസ്ട്രക്ട് ചെയ്ത് അതൊരു ലോങ് ടേം പ്രോസസ്സ് ആയിരിക്കും. ഒരു വർഷം കഴിയുമ്പോൾ അത് തിരിച്ച് വിഡ്രോ ചെയ്യാനൊന്നും പ്ലാൻ ചെയ്യുന്നുണ്ടാവില്ല. 10-20 അത് ഇങ്ങനെ ഒരു പെർപെക്ച്വൽ ഇതായിരിക്കും വൈൻ. അപ്പം അങ്ങനെ ഇന്ത്യയിൽ വന്ന ഒരു കമ്പനി തുടങ്ങുക അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുക, ഒരു ഫാക്ടറി തുടങ്ങുക, ഇങ്ങനെയുള്ളതിനെയാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുക. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് ചോദിച്ചാൽ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, ഇന്ത്യയിൽ വന്ന് അപ്പോൾ ഇവിടെ ഡിസിഷൻ മേക്കിംഗ് പവർ ഓക്കെ ഇവിടെ ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ ആ ഒരു ഇൻവെസ്റ്ററിനുണ്ടാവും. എന്ത് ഡിസിഷൻസ് ആണ് എടുക്കേണ്ടത്, അപ്പോൾ എങ്ങനെയാണ് ഒരു ഡിസിഷൻസ് എടുക്കേണ്ടതെന്നൊക്കെയുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ എന്തുണ്ടാവും, ഈ പവർ ഉണ്ടാവും. അങ്ങനെ ഒരു ഡിസിഷൻ മേക്കിംഗ് പവറും ഒക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് മാർക്കറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റും. കാരണം അവിടെ ഒരു സാധാരണ ഒരു ബിസിനസ് വർക്ക് ചെയ്യും പോലെ, പക്ഷെ ആ ബിസിനസ് വർക്ക് ചെയ്യുന്ന ഒരു ഫോറിൻ കമ്പനി അല്ലെങ്കിൽ ഫോറിനർ ആയിരിക്കും എന്നുള്ളതാണ്. അതാണ് ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. പക്ഷെ അത് പിന്നെ നമ്മളെ ഇന്ത്യൻ എക്കണോമിക്ക് ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ക്യാപിറ്റലിൻ്റെ ഫ്ലോ ഉണ്ടാവും. പിന്നെ രണ്ടാമത് നമ്മളിവിടെയുള്ള ആളുകൾക്ക് ജോബ് കിട്ടും. മൂന്നാമത് ഞാനത് ഇവിടെ കൊടുത്തിട്ടില്ല, മൂന്നാമത് അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന സമയത്ത് ജോബ് ഓപ്പണിംഗ് ഉണ്ടാവും. മൂന്നാമത് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ സ്റ്റാൻഡേർഡൈസേഷൻ നടക്കും, പുതിയ ഗുഡ്സ് ആൻഡ് സർവീസസ് മാർക്കറ്റിലേക്ക് വരും. ദെൻ അതേപോലെ നാലാമത് ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇപ്പം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ പലരും ട്രൈ ചെയ്യുന്നത് അവരുടെ കൺട്രിയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള അവരുടെ ബിസിനസ് ഇന്ത്യയിലേക്ക് റീസ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും ആലോചിക്കുക. അപ്പം അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി അവിടെ യൂസ് ചെയ്യുന്ന ഇന്ത്യയിൽ ഡിമാൻഡ് ഉണ്ടാവാൻ സാധ്യതയുള്ള ബിസിനസ്സുകൾ മാത്രമാണ് ഇങ്ങോട്ടേക്ക് വരിക. അത് എന്ത് ചെയ്യുന്നുണ്ടാവും, അത് മാർക്കറ്റിൽ നമുക്ക് പുതിയ ടെക്നോളജിക്കൽ ട്രാൻസ്ഫറിനൊക്കെ ഉള്ള സാധ്യതകൾ ഓപ്പൺ ചെയ്യും. അപ്പോൾ ജോബ് ഓപ്പണിംഗ് ഉണ്ടാവും, ഗുഡ്സ് ആൻഡ് സർവീസസ് നമുക്ക് അവൈലബിൾ ആവും. അങ്ങനെയുള്ള കുറേ അധികം ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമുക്ക് ഓപ്പൺ ചെയ്ത് തരുന്നത്. ഇനി അതേപോലെ തന്നെ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പറയുന്ന സമയത്ത് അത് ഷോർട്ട് ടേം ആവണം നിർബന്ധമില്ല. പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ മാർക്കറ്റിലെ ഡയറക്റ്റ് കമ്പനികളിലേക്കല്ല, ഷെയർസും ബോണ്ടിലേക്കുമാണ്, ഇന്ത്യൻ സെക്യൂരിറ്റി മാർക്കറ്റിലേക്കാണ് അവർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കമ്പനീസിനെ മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്, പവറൊന്നും ആർക്കും ഉണ്ടാവണമെന്നില്ല, ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഉണ്ടാവില്ല. കാരണം അവർ നമ്മളെ പോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഷെയർസ് മേടിച്ച് വയ്ക്കുക ചെയ്യുന്നത്. ഇത് നോർമലി ഈ ഒരു പ്രോസസ്സ് ഷോർട്ട് ടേം ആണ്. ഇതൊരു ഷോർട്ട് ടേം പ്രോസസ്സ് ആണെന്നുള്ളതാണ്. ഒരു ഷോർട്ട് ടേമിലേക്കായിരിക്കും ഈ ഒരു പ്രോസസ്സ് മാർക്കറ്റിൽ വർക്ക് ചെയ്യുക. കാരണം ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ കണ്ടില്ല, ഈ ഒരു 1 ഇയറിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അറൗണ്ട് 2000 lakh CR ആണ് അവർ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുള്ളത്. അതായത് ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അവരെന്ത് ചെയ്ത് വിഡ്രോ ചെയ്തു. ദാറ്റ് മീൻസ് അവർക്ക് പ്രോഫിറ്റബിൾ അല്ലാത്തൊരു മാർക്കറ്റ് ആണെങ്കിൽ ഇവിടുന്ന് വിഡ്രോ ചെയ്ത് പ്രോഫിറ്റബിൾ ആയുള്ള മാർക്കറ്റിലേക്ക് തിരിച്ചു പോകും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡാറ്റ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഈ ഡാറ്റ നമുക്ക് റെഗുലറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് FIS എന്ന് പറയും. FIS ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു തുടങ്ങിയാലാണ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മാർക്കറ്റ് ഒന്ന് ഫ്ലറിഷ് ആവുക. കാരണം ഇന്ത്യൻ മാർക്കറ്റിന് നേരത്തെയൊക്കെ ഇന്ത്യൻ മാർക്കറ്റ്
താഴേക്ക് പോകുന്ന ഒരു സെനാരിയോ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ആ താഴേക്ക് പോകുന്ന സെനാരിയോ ഇപ്പോൾ അല്പം കുറവാണ്. പക്ഷെ അതിന് പകരം മാർക്കറ്റ് എന്ത് ചെയ്യും, മാർക്കറ്റ് ഇവിടെ പിടിച്ചു നിൽക്കും. പിടിച്ചു നിൽക്കുന്നതിന് മാർക്കറ്റിന് ഒരു ബുദ്ധിമുട്ടുമില്ല. മാർക്കറ്റ് പിടിച്ച് അപ്പ് സൈഡിലേക്ക് തന്നെ പോവും. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫ്യൂവൽ കിട്ടാൻ നന്നായിട്ട് മാർക്കറ്റ് ഒരു പറന്ന് മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സപ്പോർട്ട് ഉള്ളത് നല്ലതാണ്. ഇപ്പം ഇവിടെ നമുക്ക് ഇവിടെ റെഗുലർലി അപ്പോൾ ഒരു കഴിഞ്ഞ ഡേയ്സിലൊക്കെ ഉള്ള ഡാറ്റാസൊക്കെ നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഇവിടെ തന്നെ നമുക്കതിനെ അപ്പോൾ നമുക്ക് ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡാറ്റയൊക്കെ നമുക്ക് സെബിയുടെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ FIIസിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ FIIസിൻ്റെ ആക്ടിവിറ്റീസ് ഇത് ഇപ്പോൾ ഡേറ്റ് വൈസ് ഉണ്ട്. ഇത് ജസ്റ്റ് മന്ത്ലിയിലേക്ക് കൺവേർട്ട് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഡെയിലി എന്താണ് ഒരു നെറ്റ് പർച്ചേസ്, എന്താണ് അവരുടെ ഒരു നെറ്റ്. ഇപ്പം ഇവിടെ നോക്കുന്ന സമയത്ത് ഫോറിൻ ഇക്വിറ്റി മാർക്കറ്റിലാണെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് ഒരു വൺ വീക്കായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പതുക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിന് മുൻപ് ഡേറ്റ് ജസ്റ്റ് കുറച്ചും കൂടെ പുറകിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പുറകിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് അത്രയും എന്ത് ചെയ്തിട്ടില്ല, പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം മാർക്കറ്റ് കുറച്ചൊരു ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് മാർക്കറ്റ് താഴേക്ക് വരികയാണെങ്കിൽ കണ്ടോ, പലപ്പോഴും മാർക്കറ്റ് ഇതാക്കണ്ടോ, ജസ്റ്റ് ഈ ഒരു പീരീഡൊക്കെ വരുമ്പോഴേക്ക് ഒരു ജൂണിൻ്റെ ഫസ്റ്റ് പാർട്ടൊക്കെ വരുമ്പോഴേക്കും മാർക്കറ്റ് ഭയങ്കര നെഗറ്റീവാണ്. കാരണം ഒരു ദിവസം തന്നെ ഒരു 8,000 ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നെറ്റ് സെയിൽസ് നടത്തിയിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പുറത്തേക്ക് പോയിട്ടുണ്ട്. മെയിലൊക്കെ 21 ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, 21,000 CR ഒക്കെ വിഡ്രോ ചെയ്തിട്ട് മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി പക്ഷേ ഇപ്പോൾ മാർക്കറ്റ് ഒരു ഇൻഫ്ലോ എന്നുള്ളത് ഭയങ്കര ഹ്യൂജ് ഇൻഫ്ലോസ് ഒന്നും മാർക്കറ്റിലില്ല. അപ്പോൾ ഇത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പതുക്കെ നമ്മുടെ ഇക്വിറ്റി മാർക്കറ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പമ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡാറ്റ നിങ്ങൾക്ക് മണി കൺട്രോൾ എന്നൊക്കെ തന്നെ ഇത് NSEയുടെ വെബ്സൈറ്റിലുണ്ട്. പക്ഷെ നമുക്ക് അത് കുറച്ചും കൂടി ഈസി ആയിട്ട് മണി കൺട്രോൾ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇത് ഡെയിലി ഉള്ള ഡാറ്റ ഉണ്ട്, മന്ത്ലി ഉള്ള ഡാറ്റ ഉണ്ട്, അതേപോലെ ഇയർലിയുടെ ഡാറ്റ ഉണ്ട്. ജസ്റ്റ് നമ്മളൊരു ഇയർലി ഉള്ള ഡാറ്റ ജസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സെനാരിയോ എന്താണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2026 ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇടുകയും ചെയ്യാം. ഒരു 2026 സിനാൻ ഓഡിബിൾ ആയിരുന്നോ? സിനാൻ ഉണ്ടായിരുന്നോ? ഓക്കെ സിനാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ ഇവിടെ 2026 നമുക്ക് നോക്കാം. അപ്പം 2026 നോക്കുന്ന സമയത്ത് ഇതുവരെ പർച്ചേസിനേക്കാൾ കൂടുതൽ അവർ സെല്ല് ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റി എന്നുള്ളത് 2,77,000 CR ആണ്. ഓക്കെ, പക്ഷേ ബോണ്ട് മാർക്കറ്റിലേക്കൊക്കെ കുറച്ചൊരു പോസിറ്റീവ്നെസ് ഉണ്ട്. 25,000 CR അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി അതേപോലെ തന്നെ 25 മാർക്കറ്റിൽ അറൗണ്ട് 1,61,000 എന്ത് ചെയ്തിട്ടുണ്ട്, 1,000 CR ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ അത് 24 ഇന്ത്യൻ മാർക്കറ്റ് ഒരു നെഗറ്റീവായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റിൽ എന്ത് ചെയ്തിട്ടില്ല, പോസിറ്റീവ് ആയിരുന്നില്ല, ഇന്ത്യൻ മാർക്കറ്റ് നെഗറ്റീവ് ആയിരുന്നു. നമുക്കറിയാം 24 സെപ്റ്റംബർ മുതലാണ്, ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബർ മുതലാണ് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയത്. അങ്ങനെ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയ മുതൽ മാർക്കറ്റ് എന്താണ്, താഴെ പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് മുതൽ ഇന്നേ വരെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല, പിന്നെ ഇയർലി നോക്കുന്ന സമയത്ത് പോസിറ്റീവ് ആയിട്ടില്ല. പിന്നെ ജസ്റ്റ് പോസിറ്റീവായുള്ള വർഷങ്ങൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ 2023 പോസിറ്റീവ് ആയിരുന്നു. 22 മാർക്കറ്റിൽ അത്ര പോസിറ്റീവ് ഇല്ല. പക്ഷേ 21 കോവിഡ് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് പോസിറ്റീവിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഒന്ന് നന്നായി ഫ്ലറിഷ് ആവണമെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഒരു ഇൻഫ്ലോ നമുക്കുള്ളത് എപ്പോഴും നല്ലതാണ്. പിന്നെ അതിന് മുൻപേ നോക്കുന്ന സമയത്ത് 17, 16 അതേപോലെ തന്നെ 15, 14 ഒക്കെ തന്നെ മാർക്കറ്റിൽ ചെറിയ പോസിറ്റീവ്നെസ് മാർക്കറ്റിലുണ്ട്. ഇപ്പം
ഈവൻ ദോ 2010-ലും 8-ലും വരെ നമ്മുടെ US-ലൊക്കെ ക്രൈസിസ് നോക്കുന്ന സമയത്ത് നമ്മുടെ മാർക്കറ്റ് പോസിറ്റീവാണ്. പക്ഷേ 2008-ൽ ക്രൈസിസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മുടെ മാർക്കറ്റ് നെഗറ്റീവ് പോയിട്ടുണ്ട്. അപ്പം പിന്നെ അതിന് മുൻപേ ഒക്കെ ഒരു മാർക്കറ്റ് എന്താണ് അത്യാവശ്യം പോസിറ്റീവ്നെസ് ആ ഒരു 99 മുതൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഇയർലി ഡാറ്റ നോക്കുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റ് ഇത്രയധികം നെഗറ്റീവ് ആയതും ഇത്ര എമൗണ്ട് നെഗറ്റീവ് ആയതും ഹിസ്റ്ററിയിൽ തന്നെ ഈ ഒരു വർഷമാണ് നടന്നിട്ടുള്ളത്. പക്ഷെ പെർസെൻറ്റേജ് വെച്ച് നോക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ മാർക്കറ്റിൻ്റെ ഓവറോൾ വലിപ്പവും അതും ഈ എമൗണ്ടും നമ്മൾ നോക്കുന്ന സമയത്ത് പെർസെൻറ്റേജ് വെച്ച് നോക്കുന്ന സമയത്ത് വലിയ പെർസെൻറ്റേജ് വന്നിട്ടില്ല. കാരണം നേരത്തെ ഒരു 2008-ൽ നോക്കുന്ന സമയത്ത് കണ്ടോ 2008-ൽ എന്ത് ചെയ്തിട്ടുണ്ട്, 2008-ൽ 2008-ൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 25,000-ൻ്റെ ഇത് വന്നിട്ടുണ്ട്. അല്ല 2018 ആണ് അത്. പക്ഷേ 2008 കുറച്ചും കൂടെ താഴേക്ക് വന്ന ഒരു മാർക്കറ്റിൽ ഡിപ്രഷൻ വന്ന സമയത്തായിരുന്നു ഒരു 50,000 CR കുറവ് വന്നിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് മാർക്കറ്റിൻ്റെ ഓവറോൾ ക്യാപിറ്റലൈസേഷനും കുറവായിരുന്നു. അപ്പോൾ ആ ക്യാപിറ്റലൈസേഷനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ആ 50,000 എന്നുള്ളത് ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട് ആയിരുന്നു എന്നുള്ളതാണ്. ആ ഹ്യൂജ് എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, താഴെ പോയതായിട്ട് നമുക്കിവിടെ കാണാനുണ്ട്. അപ്പോൾ അത് നമ്മൾ അങ്ങനെ തന്നെ ഇവാലുവേറ്റ് ചെയ്യണം. പക്ഷെ ഇപ്പോൾ നോക്കുന്ന സമയത്ത് മാർക്കറ്റിൻ്റെ ക്യാപിറ്റലൈസേഷനും കൂടിയിട്ടുണ്ട്. ആ ക്യാപിറ്റലൈസേഷൻ കൂടിയിട്ടും നമുക്ക് ഒരു 3 lakh CR-ൻ്റെ ടോട്ടൽ നെറ്റ് സെയിൽസ് ഉണ്ടായിട്ട് പോലും അത് നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്കതൊരു വലിയൊരു ഫിഗറായിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല എന്നുള്ളതാണ്. കാരണം നമുക്കത് അക്സെപ്റ്റബിൾ ആണ്, നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട്. കാരണം അത്രയും എമൗണ്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ്, മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ, PMSകളൊക്കെ തന്നെ മാർക്കറ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റെഗുലറായിട്ട് പമ്പ് ചെയ്യുന്നുണ്ട്. ആ പമ്പ് അവിടെ ജസ്റ്റ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഒക്കെ ഡാറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, MFൻ്റെ ഡാറ്റയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. MFന്ന് വരുന്ന SIPയുടെ ഡാറ്റ. ഓക്കെ, ഇത് ജസ്റ്റ് മന്ത്ലി ആക്കാം, ഇയർലി ആക്കാം. ഓക്കെ, ഇത് SIP ത്രൂ മാർക്കറ്റിലേക്ക് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. SIP അല്ല, മൊത്തം മ്യൂച്വൽ ഫണ്ട്സിൽ നിന്ന് ഇക്വിറ്റി ഫണ്ടുകളിലേക്ക് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് കണ്ടോ. ഈ ഒരു വർഷം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ഒരു 2,277 CR വിഡ്രോ ചെയ്ത സമയത്ത് അത് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഒരു 3 lakh CR-ൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട് ഇവിടെ. അത് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഫാക്ടറാണ്. അപ്പം ഇങ്ങനെ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ഫാക്ടേഴ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് മാർക്കറ്റിനെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാനല്ല, മാർക്കറ്റിനെ നമുക്ക് മനസ്സിലാക്കാൻ ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ അതേപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡാറ്റ നമുക്ക് യൂസ്ഫുള്ളാണ്. ഓക്കെ, ശേല എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടായിരുന്നോ? ഓക്കെ, ശേല ഓക്കെ. സിനാൻ ഓക്കെ നോ ഇഷ്യൂ. ഇവിടെ ഞാൻ ചോദിച്ചതായിരുന്നു, നമുക്ക് ഈ ഒരു ഏരിയയിൽ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാനുണ്ടോ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡാറ്റ, അല്ലെങ്കിൽ അത് ട്രാക്ക് ചെയ്യാറുണ്ടോ എന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. FIAസിൻ്റെ DIs ഡെയിലി ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ ഈവനിങ് ഒരു 6 ആകുമ്പോൾ വരലുണ്ടല്ലോ അത്. ഓക്കെ അത് വളരെ ഇമ്പോർട്ടന്റ്. ഇപ്പൊ ലാസ്റ്റ് ഒരു 2 weeks ആയിട്ടാണ് അവര് പോസിറ്റീവിലേക്ക് എത്തിയത്. അതെ നമ്മൾ മാർക്കറ്റിന് ലിഫ്റ്റ് ആവാൻ പറ്റുള്ളൂ. അതെ, നമ്മളിപ്പോൾ ആ ഒരു ഡാറ്റ തന്നെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു സെനാരിയോ നോക്കുന്ന സമയത്ത് ഇത് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഡാറ്റയാണ്. പക്ഷെ ഇവിടെ നമ്മളെ മാർക്കറ്റിനെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്ത ഒരു ഫാക്ടർ എന്നുള്ളത് 2026-ൽ മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ടോട്ടൽ വന്ന വാല്യൂ എന്നുള്ളത് ഇക്വിറ്റി ഫണ്ടുകളിലേക്ക് വന്നത് ഒരു 3 lakh CR ആണ്. അതായത് നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു ഹാഫ് എത്തിയിട്ടുള്ളൂ. ആ ഹാഫ് എത്തിയ സമയത്ത് തന്നെ 3 lakh CR വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മാർക്കറ്റിൽ അറൗണ്ട് ഒരു 5 lakh CR ആണ് മാർക്കറ്റിലേക്ക് മൊത്തത്തിൽ ഇക്വിറ്റി ഫണ്ടുകളിലേക്ക് വന്നത്. അത് 2024-ലും അറൗണ്ട് ഒരു 4.3 lakh CR വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴേക്കൊക്കെ കുറച്ച് കുറഞ്ഞു തന്നെയാണ് പോകുന്നത്. ഓവറോൾ ഇത് മ്യൂച്വൽ ഫണ്ട്സ് ഇൻഫ്ലോ ആണ്.
ഓക്കെ. ഇത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് FIs ആ ആണ്. അതെ അതെ. പിന്നെ അത് തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോ ഈ അടുത്ത 5 വർഷം 10 വർഷത്തിന്റെ ഇടയിൽ 2020ലാണ് നെഗറ്റീവ് ആയിട്ടുള്ളൂ. ഇക്വിറ്റി അത് ആ കോവിഡിന്റെ സമയത്ത് നെഗറ്റീവായി. പക്ഷേ ജസ്റ്റ് നമുക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഡാറ്റ ഇതേപോലെ നോക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് അത് നോക്കിയായിരുന്നു. ഇയർലി ഡാറ്റ നോക്കുന്ന സമയത്ത് 26ൽ ഇതുവരെ 6-7 മാസം ആവുന്നുള്ളൂ. ഒരു 2.7 CR അല്ല ലാക്ക് CRന്റെ എന്ത് വന്നിട്ടുണ്ട്, നെറ്റ് സെയിൽസ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് വന്നത്. പക്ഷേ അവിടെ നമ്മൾ മാർക്കറ്റ് പിടിച്ചു നിൽക്കുന്നത് ഈ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് സ്ട്രോങ് ആയിട്ട് മാർക്കറ്റിലേക്ക് ഫണ്ട് എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകളും SIPകളും ഒക്കെ കൂടുന്നതനുസരിച്ച് ആ അവയർനെസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഗ്ലോബൽ പ്രഷേഴ്സ് ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ കുറഞ്ഞു വരും എന്നുള്ളതാണ്. അതായത് പക്ഷെ അതുകൊണ്ട് മാർക്കറ്റ് ഗ്രോ ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇപ്പോഴും എന്ത് വേണം, ആ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഫണ്ട് നമ്മുടെ മാർക്കറ്റിലേക്ക് വേണം. അപ്പോൾ ആ ഒരു ഫ്ലോ നോക്കിക്കഴിഞ്ഞപ്പോൾ ഡെയിലി ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഷൈൽ ഓൾറെഡി പറഞ്ഞതാണ്. ഇപ്പോൾ ഒരു മാർക്കറ്റ് നോക്കുന്ന സമയത്ത് ഈ ജൂലൈ 1 ഓൺവേർഡ്സ് ഒരു നെറ്റ് എമൗണ്ട് എന്താണ്, ഒരു പോസിറ്റീവാണ് പർച്ചേസ് വരുന്നത്. ചെറിയൊരു പോസിറ്റീവ്നെസ് കാണിക്കുന്നുണ്ട് ഒരു 1 വീക്കായിട്ട്. പക്ഷെ അതിന് മുൻപേ ഒക്കെ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് അത്യാവശ്യം എന്തായിരുന്നു, ജസ്റ്റ് നല്ല ഡൗൺ ആയിരുന്നു. നല്ല പെർസെൻറ്റേജ് ജൂണിലൊക്കെ തന്നെ ഡെയിലി നല്ല എമൗണ്ട് സെയിൽസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ജസ്റ്റ് പോസിറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. ഇത് നോക്കാം. പക്ഷെ എന്നാൽ പോലും ഇനി അത് പോസിറ്റീവിലേക്ക് വന്ന് തുടങ്ങുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം വീണ്ടും ഇവിടെ നിന്നുള്ള ഒരു നെഗറ്റീവ് ന്യൂസ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്നത്. അല്ലെങ്കിൽ മാർക്കറ്റ് അതിനെ പിടിച്ച് പതുക്കെ മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോവുമായിരുന്നു. പക്ഷേ ഇനി നമ്മൾ വീണ്ടും ഒന്നും കൂടെ മാർക്കറ്റ് ഒരു ടെൻഷനിലേക്ക് പോയ സമയമാണ് ഇപ്പോൾ. ഇനി നോക്കാം. എന്തായാലും നമുക്ക് ഈ ഡാറ്റ നമുക്ക് ഒരു റെഗുലർ ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്വിംഗ് ട്രേഡ് ഒക്കെ എടുക്കുന്ന നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഡാറ്റ ഫോക്കസ് ചെയ്യുന്നത് നല്ലതാണ്. ഷെയറിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? സ്വിങ്ങിന് ശരിക്കും ഇത് നന്നായി ഹെൽപ്പ് ചെയ്യാറില്ല. ഞാൻ നോക്കാറുണ്ട് സ്വിങ്ങിന് ശരിക്കും എപ്പോഴും. ഞാൻ ഈ സ്വിംഗ് ട്രേഡ് ചെയ്യൽ കുറവാ, പക്ഷെ എന്നും ഈവനിങ് നോ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അതെ നമ്മള് ഡയറക്ഷൻ ശരിയാണോന്നേ. അതെ 1 വീക്കിൽ പോസിറ്റീവ് ആയതൊക്കെ നമ്മൾ ആ ഒരു ഡയറക്ഷൻ ശരിയാണെന്നൊരു ചെറിയ രീതിയിൽ കൺഫേം ചെയ്യുന്ന ഡാറ്റാസ് ആണ്. ടാക്സിലുള്ള ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ എന്തെങ്കിലും ഒരു മാറ്റമോ അതൊരു ഇമ്പോർട്ടന്റ് ആയിരിക്കൂലേ? ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ അത് പക്ഷേ വലിയ ചേഞ്ച് എങ്ങനെയാണെന്ന് അറിയില്ല. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് പതുക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ സാധ്യത ഉണ്ട്. അത് പക്ഷേ ഇനിയിപ്പോൾ ഈ വർഷമൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. കാരണം ഈ വർഷം ചിലപ്പോൾ ടാക്സ് വർദ്ധിപ്പിക്കാനൊക്കെ ഒരു സാധ്യത മൊത്തത്തിൽ കാണുന്നുണ്ട്. കാരണം നമുക്ക് നമ്മുടെ മൊത്തം എക്സ്പെൻഡിച്ചേഴ്സ് കൂടിയില്ലേ. കാരണം ഇവിടെ നിന്നൊക്കെ വരുന്ന സമയത്ത് ക്രൂഡിൻ്റെ ഒക്കെ കേസസിൽ നമ്മൾ എക്സ്പെൻഡിച്ചേഴ്സ് വർദ്ധിച്ച്. കാരണം ഓൾറെഡി ക്രൂഡിന് എക്സൈസ് ഡ്യൂട്ടിയിലൊക്കെ റിഡക്ഷൻ കൊടുത്ത്. അപ്പോൾ ഓൾറെഡി ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്ലോസിൽ ചില കുറവ് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ഇനി ഓൾറെഡി മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ഈ ഒരു ബഡ്ജറ്റ് വരുന്ന സമയത്ത് ടാക്സേഷൻ്റെ ഒക്കെ കേസ് നമ്മൾ നോക്കേണ്ടി വരും. ടാക്സേഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ക്യാപിറ്റൽ ഗെയിൻ കൂട്ടുമോ എവിടുന്നെങ്കിലും ആണോ എടുക്കുക എന്നുള്ളത് അറിയില്ല. പക്ഷേ ഓവറോൾ നോക്കുന്ന സമയത്ത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ പതുക്കെ റെഡ്യൂസ് ചെയ്യപ്പെടാനാണ് സാധ്യത എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കൂടുതൽ ആളുകൾ ഇക്വിറ്റി മാർക്കറ്റ് പോലത്തെ സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് കൂടുതൽ ആളുകളിൽ നിന്ന് ഗവൺമെന്റിന് കൂടുതൽ പൈസ കിട്ടും, ഒരാളിൽ നിന്ന് കൂടുതൽ പൈസ വേണ്ട എന്നുള്ളൊരു സെനാരിയോ വരും എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ലോങ് ടേമിൽ കേട്ടോ. ഓക്കെ. സിനൻ പറഞ്ഞു. ഏതാണ്? ഓക്കെ കുഴപ്പമില്ല. എന്നാല് എന്ത് ചെയ്തോ, സിനാന് ഡിസ്കണക്ട് ചെയ്തോ. എന്നിട്ട് ഞാൻ ഈ വീഡിയോ എന്ത് ചെയ്യാം, നമ്മളുടെ യൂട്യൂബിൽ ജസ്റ്റ് മീൻസ് പ്രൈവറ്റ് ആയിട്ട് ഇട്ടേക്ക്. എന്നിട്ട് അതിന്റെ ലിങ്ക് തരാം, ജസ്റ്റ് അത് കണ്ടാൽ മതി. ഓക്കെ ശരി. ഓക്കെ. പിന്നെ ശരി. പിന്നെ എന്താ ചോദിച്ചാൽ, പിന്നെ അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഒരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു ബെനിഫിറ്റ് എന്താ, അല്ല ഇത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സിന്റെയാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന് ഈ ഒരു കേസസ് ഇല്ല. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് നമുക്ക് ഇവിടെ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാൻ ഡയറക്റ്റ് റോളുകളില്ല, ഇൻഡയറക്റ്റ് റോളുകളുണ്ട്. ടെക്നോളജി ബ്രിങ് ചെയ്യുന്നില്ല. പക്ഷേ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സിൽ ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. മാനേജീരിയൽ സ്കില്ലിന്റെ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ന്യൂ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. ഇതിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് വരുന്ന സമയത്ത് ഡയറക്റ്റ്ലി നമുക്ക് എന്ത് വരുന്നില്ല, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി വരുന്നില്ല.
പക്ഷേ ഇൻഡയറക്ട്ലി എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അടക്കം നമ്മുടെ മാർക്കറ്റിലേക്ക് എന്ത് ചെയ്യും വരും എന്നുള്ളതുമാണ്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്നുള്ള രീതിയിൽ നോക്കി വയ്ക്കാം. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡാറ്റ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫ്ലോ എന്ന് എന്തായാലും എടുത്തു നോക്കുക. അത് അതേപോലെ ഒരു ലാസ്റ്റ് 10 ഇയേഴ്സിൻ്റെ നമ്മൾ നേരത്തെ ആ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ഇൻഫ്ലേഷൻ ഡാറ്റയും അതേപോലെ GDPയും നിഫ്റ്റിയുടെ പെർഫോമൻസും അതിലേക്ക് ലാസ്റ്റ് 10 ഇയേഴ്സിൻ്റെ എന്ത് ചെയ്യുക, 10 ഇയേഴ്സിൻ്റെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫ്ലോ കൂടെ ഒന്ന് എടുക്കുക. ആ ഡാറ്റ ഈ മണി കൺട്രോളിൽ ഈസി ആയിട്ട് അവൈലബിൾ ആണ്, മറ്റ് സൈറ്റുകളിലും അവൈലബിൾ ആണ്, NSEയുടെ വെബ്സൈറ്റിലൊക്കെ തന്നെ അവൈലബിൾ ആണ്. പക്ഷേ മണി കൺട്രോളിൽ നമുക്ക് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ആ ഒരു ലിങ്ക് പോസ്റ്റ് ചെയ്ത് തന്നേക്കാം. ജസ്റ്റ് അതിൽ നിന്നൊന്ന് എന്ത് ചെയ്യാം, മണി കൺട്രോൾ ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡാറ്റയും കൂടെ നമ്മളുടെ ഷീറ്റിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് വെക്കുക. കാരണം എന്താ വെച്ചാൽ നമുക്കത് എവിടെയാണ് ഉണ്ടാവുക ജസ്റ്റ് ഒന്ന് ട്രാക്ക് ചെയ്യാനാണ്. എന്നിട്ട് അത് എങ്ങനെയാണ് നിഫ്റ്റീനെയും എങ്ങനെയാണ് മറ്റ് പാരാമീറ്റേഴ്സിനൊക്കെ അത് ബാധിച്ചതെന്നുള്ളത്, എങ്ങനെയാണ് ബാധിക്കുന്നത്, ഇപ്പോൾ ഇതിലെ ചേഞ്ചസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ അതേപോലെ ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫ്ലോ ലാസ്റ്റ് മന്തിലത് എങ്ങനെയാണെന്നുള്ളത് മന്ത്ലി നോക്കാം, പിന്നെ ഡെയിലി നോക്കാം. ഇയറിൽ നോക്കുന്ന സമയത്ത് അത് ഒരു മന്ത്ലിയും കൂടെ എങ്ങനെയാണ് ലാസ്റ്റ് ഇതുവരെയുള്ള മന്ത്സിലൊക്കെ എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്നൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊന്ന് ഒരു അസൈൻമെൻറ്റ് പോലെ ആ ഒരു അസൈൻമെൻറ്റിൽ ഒന്ന് ജസ്റ്റ് കൺസിഡർ ചെയ്തേക്കാം. അശ്വതി ഇതൊന്ന് ജസ്റ്റ് നാളേക്കായിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്യണേ. ഓക്കെ. ആ FDI ആ അല്ല, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന് അല്ലെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയിൽ പോസിബിൾ ആണ്. പുറത്തുള്ള ഒരാൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്ക് ഇന്ത്യയിൽ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്ക് കമ്പനി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടോ ഒക്കെ തന്നെ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അല്ല, സ്റ്റോക്ക് മാർക്കറ്റിന് അപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന സമയത്ത് അത് ഡയറക്ട്ലി സ്റ്റോക്ക് മാർക്കറ്റിന്റെ പാർട്ടല്ല. ഇപ്പോൾ പുറത്തുനിന്നുള്ള ഒരാൾ ഇന്ത്യയിൽ വന്നിട്ട് ആൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരാൾക്ക് ഒരു ബിസിനസ് അറിയാം, ആള് ഒരു ടെക്നോളജിക്കൽ എക്സ്പേർട്ട് ആണ്. അപ്പോൾ ഇവിടെ ഒരു സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങണം എന്ന് വിചാരിച്ചാൽ ആൾക്ക് ഇവിടെ ഒരു സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങാം. അത് ഏത് രീതിയിലും ആൾക്ക് അതിൻ്റെ ഇതെടുക്കാം. അത് പാർട്ണർഷിപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ ആൾക്ക് ഓൺ തുടങ്ങാം, അല്ലെങ്കിൽ കമ്പനി ആയിട്ടാണെങ്കിൽ കമ്പനി ആയിട്ട് തുടങ്ങാം. പക്ഷേ അങ്ങനെ ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് വരുന്നതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിന് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഇല്ല. പക്ഷേ നമ്മുടെ മാർക്കറ്റിലേക്ക് കുറേ അധികം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എൻവയോൺമെന്റിൽ ടെക്നോളജിയിൽ ഗ്രോത്ത് ഉണ്ടാവും. അതേപോലെ കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഗവൺമെന്റിന് കൂടുതൽ റവന്യൂ കിട്ടും. അങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജസ് ഉള്ളത് കൊണ്ട് തന്നെ ഉണ്ട്. അത് ഇൻഡയറക്ട്ലി സ്റ്റോക്ക് മാർക്കറ്റിന് എന്ത് ചെയ്യും, വെൽത്താണ് ക്രിയേറ്റ് ചെയ്യുക, സ്റ്റോക്ക് മാർക്കറ്റ് നന്നാവാൻ ഹെൽപ്പ് ചെയ്യും. ഇനി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് വരുന്ന സമയത്ത് അവർ ഫണ്ട് ഡയറക്ട്ലി പാർക്ക് ചെയ്യുക സ്റ്റോക്ക് മാർക്കറ്റിലേക്കാണ്. പക്ഷെ അവിടെ നമുക്ക് ടെക്നോളജിക്കൽ ട്രാൻസ്ഫറോ ഡയറക്റ്റ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസോ ഒന്നും ഉണ്ടാവില്ല. അത് പിന്നെ അത് മോസ്റ്റ് പ്രോബബ്ലി അത് ഷോർട്ട് ടേം ആയിരിക്കും. അവർ ഷോർട്ട് ടേമിൽ തന്നെ മാർക്കറ്റിൽ നിന്ന് വിഡ്രോയും ചെയ്യും. FIIസിന്റെ ഡാറ്റയാണ്. ഞാൻ ആ ലിങ്ക് ഗ്രൂപ്പിലേക്ക് അയച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ FIIs അവർക്ക് അടുത്തൊരു ഓപ്പർച്യൂണിറ്റീസ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന്, കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇവിടെ ക്യാപിറ്റൽ മീൻസ് ഇവരുടെ ഇവിടെ ഫാക്ടറീസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ അവർക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഇവിടുന്ന് വിഡ്രോ ചെയ്ത് പോകാലോ. ഓക്കെ, മറ്റേ ഓൾറെഡി അത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന് അത് പോസിബിൾ അല്ല. ഓൾറെഡി അവരിവിടെ ഫാക്ടറീസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഏരിയയിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്ന ഒരു മേജർ ഏരിയ എന്നുള്ളത് ഇതാണ്. ഒന്ന്, നമുക്ക് നമ്മുടെ മോണിറ്ററി അല്ലെങ്കിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ടൈപ്പ് പോളിസീസ് ആണ് ഗവൺമെൻറ് എടുക്കുന്നത്. അതിൽ ഒന്ന് മോണിറ്ററി പോളിസീസ് ആണ്, സെക്കൻഡ് ഫിസിക്കൽ പോളിസീസ് ആണ്. അപ്പോൾ ആ ഫിസിക്കൽ പോളിസീസ് എന്താണ്, മോണിറ്ററി പോളിസീസ് എന്താണെന്നും കൂടെ ജസ്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ മോണിറ്ററി പോളിസീസ് എന്നുള്ളത് ഗവൺമെൻറ് പോളിസീസ് റിലേറ്റഡ് ടു ദ റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചേഴ്സ് ആണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ മേജർ സാധനം ടാക്സേഷൻ ത്രൂ ആണ് വരിക. ഇപ്പോൾ ടാക്സേഷൻസ് ആവാം, ചില ഏരിയയിലുള്ള റെസ്ട്രിക്ഷൻസ് ആവാം, ചില റൂൾസ് കൊണ്ടുവന്നിട്ട് ചില ഏരിയനെ റെസ്ട്രിക്റ്റ് ചെയ്യും ഗവൺമെൻറ്, എൻട്രി എക്സിറ്റ് ഒക്കെ റെസ്ട്രിക്റ്റ് ചെയ്യും.
അപ്പോൾ അത്തരം പോളിസീസിനെയൊക്കെ നമ്മൾ ഫിസിക്കൽ പോളിസീസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ ഫിസിക്കൽ പോളിസീസ് എപ്പോഴും ഇപ്പം നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പം ഓക്കെ ഇപ്പോൾ സിഗരറ്റിൻ്റെ ഒക്കെ ഡിമാൻഡ് കുറയ്ക്കണം എന്നാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഗവൺമെൻറ് ചെയ്യുന്നൊരു പണി. ശരിക്കും അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻസ് അങ്ങനെ മാർക്കറ്റിൽ വരാറില്ല, കാരണം അത് ഒരു നോർമൽ ഗുഡ്സ് അല്ലാത്തതുകൊണ്ട്. ഇപ്പോൾ ലിക്കറും ഈ സിഗരറ്റും ഒന്നും ഒരു നോർമൽ ഗുഡ് അല്ലല്ലോ, അതൊരു എക്സ്ട്രാ ഗുഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഈ ഒരു റൂള് വർക്ക് ചെയ്യാറില്ല. പക്ഷെ എന്നാൽ പോലും നോർമൽ ഗുഡ്സിൻ്റെ സപ്ലൈ റെസ്ട്രിക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഏരിയയിലൊക്കെ ടാക്സേഷൻ വർദ്ധിപ്പിച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഗവൺമെൻറ്റിന് ലോങ് ടേമിൽ ഒരു ഗുഡ്സിൻ്റെ മാർക്കറ്റിലേക്കുള്ള പമ്പിങ് എന്ത് ചെയ്യാൻ പറ്റും, റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏതെങ്കിലും ഒരു സെക്ടറിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ റോ മെറ്റീരിയൽസ് കുറവാണ്, റോ മെറ്റീരിയൽസിൻ്റെ ഷോർട്ടേജ് ഉണ്ടാവാൻ ഫ്യൂച്ചറിൽ സാധ്യത ഉണ്ട് എന്ന് ഗവൺമെൻറ്റിന് മനസ്സിലായി കഴിഞ്ഞാൽ ആ ഏരിയനെ എന്ത് ചെയ്യാൻ, ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഏരിയയുടെ ടാക്സേഷൻസ് ഒക്കെ ഗവൺമെൻറ് വർദ്ധിപ്പിക്കാറുണ്ട്. അത് ഫ്യൂച്ചറിലേക്ക് സേവ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടായിരിക്കും. ചിലപ്പോൾ ഏതെങ്കിലും റെയർ മെറ്റൽസ് ഒക്കെ നമ്മളൊന്ന് സേവ് ചെയ്ത് വെക്കേണ്ട മെറ്റൽസ് ഉണ്ട്, ഫ്യൂച്ചർ ജനറേഷന് ആവശ്യമുള്ള മെറ്റൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ യൂസേജ് ഒക്കെ ഒന്ന് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാക്സേഷൻസ് ഒക്കെ വർദ്ധിപ്പിച്ച് എന്ത് ചെയ്യാറുണ്ട്, അതിൻ്റെ കോസ്റ്റ് വർദ്ധിപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കോസ്റ്റ് വർദ്ധിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, മറ്റ് മെത്തേഡ്സ് യൂസ് ചെയ്യും. വേറെ മെത്തേഡ്സ് ചിലപ്പോൾ അതിന് കോമ്പറ്റീറ്റിംഗ് മെത്തേഡ്സ് വേറെ ഉണ്ടാവാനും സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറേ, ഇപ്പം ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഗവൺമെൻറ് ഇപ്പം നമ്മൾ ഫെർട്ടിലൈസേഴ്സ്, നാച്ചുറൽ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാറുണ്ട്, അതേപോലെ തന്നെ കെമിക്കൽ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കുന്ന സമയത്ത് അതിന് കെമിക്കൽ പാർട്ടുണ്ട്, ആ കെമിക്കൽ പാർട്ടിന് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് കൂടുതൽ ഉണ്ടാക്കുക. പക്ഷേ ഈ കെമിക്കൽ ചേർക്കുന്നതിനേക്കാൾ ഇൻഎക്സ്പെൻസീവ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ ചെറിയ മീനുകളെയൊക്കെ പിടിച്ചിട്ട് അതെന്ത് ചെയ്യുക, ഈ ഫെർട്ടിലൈസേഴ്സ് മാനുഫാക്ചർ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഗവൺമെൻറ് കുറച്ചൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, റെസ്ട്രിക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരം കമ്പനീസിന് ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ ടാക്സേഷൻസ് ഒക്കെ ഏർപ്പെടുത്തിയിട്ട്. കാരണം അതൊരു നല്ലൊരു ഹാബിറ്റ് അല്ല. കാരണം നമുക്ക് ആളുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഇല്ലാത്ത സമയത്ത് അത് വെച്ചിട്ട് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കമ്പനീസും എന്ത് ചെയ്യുന്നുണ്ട്, ഈ മീനുകളൊക്കെ യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ ഓപ്പൺ മാർക്കറ്റിൽ ഫിഷിൻ്റെ റേറ്റും ഇൻക്രീസ് ചെയ്യാനൊക്കെ അത് കാരണമായിട്ടുണ്ട്, ചെറിയ മീനുകളുടെയൊക്കെ. അപ്പോൾ അതിനെ ഗവൺമെൻറ് റെസ്ട്രിക്റ്റ് ചെയ്യാണ് ചെയ്തത്, ടാക്സേഷൻസ് ഒക്കെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു, അത്തരം കാര്യങ്ങളെ ഇതേപോലെ ബിഗ് ആയിട്ടുള്ള പർച്ചേസസിനെ റെസ്ട്രിക്റ്റ് ചെയ്തു. പക്ഷെ എന്നാലും അത് മാർക്കറ്റിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചെറിയ മീനുകൾക്കൊക്കെ ഒരു സമയം മുതൽ പെട്ടെന്ന് റേറ്റ് കൂടി. കാരണം അതിന് ഡൊമസ്റ്റിക് യൂസിനേക്കാൾ വേറെ ഒരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യും. ആ മാർക്കറ്റ് അത് ഈസി ആയിട്ട് സെല്ല് ചെയ്ത്, കാരണം മറ്റേത് റീറ്റെയിലേഴ്സിന് ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് സെല്ല് ചെയ്ത് പോകുന്ന സമയത്ത് അത് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാൻ മാർക്കറ്റിൽ ആളുകളുണ്ട് എന്നുള്ളതാണ്, കമ്പനീസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ അത് ഇങ്ങനെ റവന്യൂ ഏരിയയിലും അതേപോലെ ടാക്സേഷൻസ് ഇമ്പോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റ് റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്തിട്ടോ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ചെറിയ ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ അത്തരം മെഷേഴ്സിനെ ഫിസിക്കൽ മെഷേഴ്സ് എന്നാണ് പറയുക. ഈ മെഷേഴ്സ് നമ്മളുടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസിനെ, സേവിങ്സിനെ, ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ അല്ല മറ്റ് എക്കണോമിക് ആക്ടിവിറ്റീസിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ ഈ ഫിസിക്കൽ മെഷേഴ്സ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ദെൻ ഇനി അവിടെ ഗവൺമെൻറ്റിൻ്റെ ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട്, എഡ്യൂക്കേഷന്, ഹെൽത്ത് കെയർ. ഇപ്പോൾ ഒരു ബഡ്ജറ്റ് വരുന്ന സമയത്ത് ആ ബഡ്ജറ്റിൽ ഓരോ ഏരിയാസിൻ്റെ അലോക്കേഷൻസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ചെയ്യുന്നത് ഏത് ഏരിയയ്ക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഫ്യൂച്ചറിൽ ഏത് ഏരിയയാണ് ഗ്രോ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ്. അപ്പം അത് ശരിക്കും ഒരു വേ ഓഫ് കൺട്രോളിങ് ആണല്ലോ. അപ്പം എഡ്യൂക്കേഷനും ഹെൽത്ത് കെയറിനുമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ മറ്റൊരു ഏരിയയ്ക്ക് ഇമ്പോർട്ടൻസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ചില സമയങ്ങളിൽ ഇപ്പോഴൊക്കെ നമ്മൾ ഡിഫൻസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, ഡിഫൻസിനൊക്കെ നല്ല കുറേ അധികം എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് മറ്റ് ഏരിയാസിൻ്റെ ഒക്കെ എക്സ്പോഷർ റെഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട്. അപ്പം ഇങ്ങനെ നമ്മുടെ ഫിസിക്കൽ, അതായത് സിംപ്ലി നമ്മൾ ബഡ്ജറ്റ് റീഡ് ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ബഡ്ജറ്റ് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് ലോങ് ടേമിലേക്കുള്ള പല നല്ല ബെറ്റ്സും കിട്ടും, നല്ല ഷെയർസും, നമ്മുടെ നല്ല ഏരിയാസ് നമുക്ക് അനലൈസ് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും അത് ഹെൽപ്ഫുൾ ആയിരിക്കും.
ഓക്കെ. ഈ പിന്നെ അതേപോലെ ഇവിടുത്തെ ഒരു മേജർ കോൺസെപ്റ്റ് എന്നുള്ളത് നോർമലി ഓക്കെ നമുക്ക് അപ്പം കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്സ്, അതേപോലെ ഫിസിക്കൽ ഡെഫിസിറ്റ്സ്. ഇപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ്സ് എന്നുള്ളത് നോർമൽ നമ്മുടെ എക്സ്പെൻഡിച്ചേഴ്സും റവന്യൂവും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുക. അപ്പോൾ റവന്യൂ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ എപ്പോഴത്തെ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു എന്തല്ല നമുക്കൊരു നമ്മുടെ ഫിസിക്കൽ എപ്പോഴും നമ്മുടെ മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ എക്കണോമി മൂവ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ ഡെഫിസിറ്റിലൂടെയാണ്. കാരണം നമുക്കൊരു സർപ്ലസ് ഇല്ല എന്നുള്ളതാണ് നമ്മളൊരു പ്രശ്നം. നമ്മളെപ്പോഴും ഒരു ഡെഫിസിറ്റ്സ് ഉണ്ടാവും. ആ ഡെഫിസിറ്റ് ഇയർ ഓൺ ഇയർ ഉണ്ടാകുന്ന ഡെഫിസിറ്റ്സ് ഒരു ലോൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതാത് ഇയർലി ഇന്റർനാഷണൽ അല്ലെങ്കിൽ നാഷണൽ ഏജൻസീസ് എന്നുള്ള ലോൺ ഉപയോഗിച്ചിട്ടാണ് ഗവൺമെൻറ് മാനേജ് ചെയ്യുന്നത്. പക്ഷേ ആ ലോൺ ഉപയോഗിച്ചിട്ട് മാനേജ് ചെയ്യുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ കമ്മിങ് ഇയേഴ്സിൽ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളത് വീണ്ടും കൂടിക്കൊണ്ടിരിക്കും. ഇപ്പം ഇപ്പോഴും തന്നെ നിങ്ങളൊരു ബഡ്ജറ്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ആ ബഡ്ജറ്റിൽ നമ്മളൊരു 1 റുപ്പീനെ ഇങ്ങനെ ഡിഫറെൻറ്റ് ഏരിയയ്ക്കുള്ള എക്സ്പെൻസ് ആയിട്ട് മീൻസ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അറൗണ്ട് 25 പൈസ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് റീപേ ചെയ്യാനാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഒരു അറൗണ്ട് വലിയൊരു എക്കണോമിയാണ്. ആ എക്കണോമിയുടെ ടോട്ടൽ ബഡ്ജറ്റിൻ്റെ 25% മൂവ് ചെയ്യുന്നത് നമ്മൾ ഇതിന് മുൻപ് പാസ്റ്റ് എടുത്തിട്ടുള്ള ലോണുകളുടെ ഇൻട്രസ്റ്റ് മാത്രം റീപേ ചെയ്യാനാണ്. പക്ഷെ ബാക്കിയുള്ള 75% മാത്രമാണ് എക്കണോമിയിലേക്ക് വരിക. അപ്പം ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് റെഡ്യൂസ് ചെയ്ത് എക്കണോമീനെ സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. പിന്നെ അതേപോലെയാണ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്സ്. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്സ് എന്നുള്ളത് ഇൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫോറിൻ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഫോറിൻ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് നമ്മൾ ചെക്ക് ചെയ്യണം. ഫോറിൻ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സിൽ ശരിക്കും നമ്മളുടെ മെയിൻ ആയിട്ടുള്ള അതുകൊണ്ടാണ് ഈ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്സ് നമ്മളെ ഫോറിൻ എക്സ്ചേഞ്ച് ഇതിനെ റേറ്റിനെയൊക്കെ ബാധിക്കുന്ന ഒരു ഫാക്ടറാണ്. അതേപോലെ നമ്മുടെ റിസർവിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. നമുക്ക് ഡോളറിൽ റിസർവ് കീപ്പ് ചെയ്യണം മീൻസ് ഫർദർ ട്രാൻസാക്ഷൻസിനൊക്കെ അതിനെ ബാധിക്കുന്ന ഒരു ഏരിയയാണ്. പക്ഷേ നമ്മളുടെ ഈ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്സിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് നമുക്ക് എക്സ്പോർട്ട് ഇല്ലാത്തത് മാത്രമല്ല, നമുക്ക് എക്സ്പോർട്ട് ഉണ്ട്, എക്സ്പോർട്ട് കുറവാണ്. പക്ഷേ നമ്മുടെ അവിടുത്തെ പ്രധാനപ്പെട്ട ഫാക്ടർ എന്നുള്ളത് നമ്മൾ ക്രൂഡിൻ്റെ പർച്ചേസാണ്. കാരണം ക്രൂഡിൻ്റെ പർച്ചേസ് നമുക്ക് എന്ത് പ്രൈസ് വന്നു കഴിഞ്ഞാലും അത് ഒഴിവാക്കി പർച്ചേസ് ചെയ്യാനോ അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇല്ലാത്തതാണ് ശരിക്കും നമ്മുടെ മാർക്കറ്റ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂസ് എന്നുള്ളത്. ഓക്കെ. അപ്പോൾ അത്തരം ഡാറ്റ പോയിന്റ്സ് ഒക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഫിസിക്കൽ ഡെഫിസിറ്റ്സിനെ കുറിച്ചിട്ട്, അതേപോലെ കറണ്ട് അക്കൗണ്ട് എന്നുള്ളത് നമ്മുടെ ഇൻ്റർനാഷണൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള പേയ്മെൻറ്റ്സിൻ്റെ ഡിഫറൻസസ് ആണ്. പക്ഷെ നമ്മുടെ മാർക്കറ്റ് അറൗണ്ട് ഒരു 100 ലാക്ക് CR ഡെഫിസിറ്റ്സ് ആണ് നമ്മുടെ മാർക്കറ്റിനുള്ളത്. അതെ, നമുക്ക് അറൗണ്ട് ഒരു $900 CR മറ്റോനാണ് ടോട്ടൽ ബഡ്ജറ്റ്. അതിൽ 800 700-800 നമുക്ക് എന്തുണ്ട്, എക്സ്പോർട്സ് ഉണ്ട്, ഇമ്പോർട്ടിന് അടുത്ത് തന്നെ ഉണ്ട്. പക്ഷേ ഒരു 100 ലാക്ക് CR ഡിഫറൻസസ് വരുന്നത് ഈ ക്രൂഡ്. അതിൽ നമുക്ക് മെയിൻ ഐറ്റം എന്നുള്ളത് ക്രൂഡിൻ്റെ അത് അറ്റ് പ്രസൻറ്റ് ഒന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഫ്യൂച്ചറിലെങ്കിലും നമ്മൾ നേരത്തെ പറയും പോലെ സോളാറൊക്കെ നമ്മൾ നന്നായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, മറ്റ് എനർജി സോഴ്സുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഫ്യൂച്ചറിലൊക്കെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സോളാറിലൊക്കെ സോളാർ അല്ലെങ്കിൽ മറ്റ് എനർജി സോഴ്സുകൾ ഇപ്പം നമ്മുടെ ഇവിടെ നോർമലി യൂസ് ചെയ്യുന്ന ട്രഡീഷണൽ എനർജി സോഴ്സുകളല്ല, അല്ലാത്ത എനർജി സോഴ്സുകളിലൊക്കെ ഞാൻ അല്പം ബുള്ളിഷാണ്. കാരണം ഗവൺമെൻറ് എന്തായാലും അതിൽ ഫോക്കസ് ചെയ്യും. അപ്പോൾ സോളാറിലൊക്കെ എന്തായാലും ഫോക്കസ് ചെയ്യും. ഇപ്പം തന്നെ സോളാർ അത് റിലേറ്റ് ചെയ്ത കമ്പനീസൊക്കെ തന്നെ പലതും ഇപ്പോൾ വാരിയർ ആണെങ്കിൽ പോലും അതേപോലെയുള്ള കമ്പനീസൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നല്ലൊരു ബൂമിങ് ആയിട്ടുള്ള ടെൻഡൻസിയാണ് മാർക്കറ്റിൽ കാണിക്കുന്നത്. അപ്പം അത് ഇനിയും ഫ്യൂച്ചറിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അതിനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. പക്ഷേ ആ ഏരിയയിൽ ഒരു എക്സ്പ്ലോഷേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കമ്പനീസിൻ്റെ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു. സോളാർ അല്ലെങ്കിൽ റിന്യൂവൽ എനർജി സോഴ്സസ് ഉള്ള കമ്പനീസും അവരുടെ ഒരു ഫ്യൂച്ചർ ഇതെങ്ങനെയാണെന്നുള്ളത്. മുമ്പ് 2021 സമയത്ത് ബോറോസിൽ റിന്യൂവബിൾസിൽ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു.
ആ ഗ്ലാസ് മാനുഫാക്ചറിങ് ആണ് സോളാറിന്റെ. ആ ഓക്കെ ഓക്കെ ആ എനിക്ക് തോന്നുന്നുണ്ട് ചൈനക്കും മലേഷ്യക്കും എതിരെ ഉം. ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. ആ അപ്പോൾ ഓക്കെ ഇവർക്ക് ഭയങ്കര ഫേവറബിൾ ആയിരുന്നു പ്രൈസ്. ഓക്കെ നമുക്ക് ഓക്കെ ഏകദേശം ഒരു 100% അതിൻ്റെ മുകളിൽ റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ ഇമ്പോർട്ട് ഡ്യൂട്ടി എടുത്ത് ഒഴിവാക്കിയത് അവർ പിന്നെ ലോസ് മേക്കിംഗ് അപ്പോൾ മറ്റേ ലാസ്റ്റ് ഒരു 3 ഇയർ ആയിട്ട് പിന്നെ അവർ പ്രോഫിറ്റ് ഇല്ല ഇല്ല ലോസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തു. ഇപ്പോൾ വീണ്ടും ആ ഇമ്പോർട്ട് ഡ്യൂട്ടി വന്നു തോന്നുന്നു. ഓക്കെ ഓക്കെ ഈ ഓക്കെ അടുത്ത് ഇപ്പോൾ BESS-ലാണ് കൂടുതൽ ഫോക്കസ് ആക്കുന്നത്. ആ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ആ ഓക്കെ സോളാറിനെ കൺവേർട്ട് ചെയ്ത് ബാറ്ററി ബാറ്ററി എനർജി സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ അതേപോലെ FDR എന്ന് പറയുന്നതില്ലേ, ആ ഓക്കെ ഓക്കെ നമ്മളെ ഡാമുകളിലൊക്കെ ഫ്ലോ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിട്ട് ആ വെള്ളം പമ്പ് ചെയ്ത് ഡാമിന്റെ മുകളിലോട്ട് എത്തിക്കാനുള്ള ഓക്കെ അത്. അപ്പോൾ ഇതിൽ BESS-ൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഓർഡർ കിട്ടുന്ന ഒരു കമ്പനിയിൽ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. പേസ് ഡിജിടെക് എന്ന പേര്. ആ ഓക്കെ 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 ആ ഒരു സ്മോൾ ക്യാപ് സ്മോൾ കമ്പനിയാണ്. ക്യാപ്പാണ് ആ കണ്ടിന്യൂസ് ആയിട്ട് ഓർഡർ ഉണ്ട്. അവരല്ല മാനുഫാക്ചറിങ്ങും EPCയും ഒക്കെ ചെയ്യുന്നത് BESS-ന്റെ. ഓക്കെ ഓക്കെ അതാണ് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു എൻട്രി ചെയ്തത്. പിന്നെ അതുപോലെ ഒരു ഈ അടുത്ത് IPO കഴിഞ്ഞ ഒരു കമ്പനി സോളാറിൽ അതും എൻട്രി ചെയ്തിട്ടുണ്ട്. ഓക്കെ 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 ആ അവർ സോളാറിൻ്റെ ഫോട്ടോ വോൾട്ടായിക് മൊഡ്യൂൾസ് മാനുഫാക്ചർ ചെയ്യുന്നതാണ്. ആ ഓക്കെ 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 ആ പേര് അത് എനിക്ക് മറ്റേ ഇവരായിരുന്നു തോന്നുന്നു ഈ അടുത്ത് ചെയ്തത് സോളാർ മറ്റേ എന്തായിരുന്നു പേര് പേരിൽ തന്നെ ഉണ്ട് അവർ. ആ അതെ 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 വരുണായിരുന്നോ? വരുൺ സോളാർ ആയിരുന്നോ? വരുണല്ല എന്തായിരുന്നു? വരുണല്ല, വേറെന്തോ ഒരു ആ അതെ 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 എനിക്കോ ഫോട്ടോ വോൾട്ടായിക് പവർ. ആ ഓക്കെ 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 ആ MB എന്നാണ്. ആ MB ആ ഓക്കെ ഓക്കെ ആ EMMBEE. ഓക്കെ ഓക്കെ പക്ഷെ സോളാറിന് പെട്ടെന്ന് ഒരു ഡള്ളായ പോലെ ഈ റീസെന്റ് പെർഫോമൻസ് കാണിക്കാത്ത പോലെ ഫീൽ ചെയ്തു. പക്ഷെ BESS-ൽ ഒരു ഇതുണ്ട്. ഓക്കെ 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 ആ പക്ഷേ അല്ല ശരിക്കും നമുക്ക് നമ്മളുടെ ഒരു ശരിക്കും ഗവൺമെന്റ് എൻ്റെ ഒരു വ്യൂവിൽ ഗവൺമെന്റ് എന്തുകൊണ്ട് അതിന് പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇപ്പൊ എക്സ്പെൻസീവ് ആയതുകൊണ്ടാണ്. ആയിരിക്കാം എക്സ്പെൻസീവ് അല്ല ഇപ്പൊ ഈവൻ ദോ എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും ഇപ്പോൾ ഈ വാറ് വന്ന സമയത്ത് നമുക്കൊരു സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് ഇപ്പോൾ വാറിൻ്റെ മാത്രമല്ല ഇപ്പോൾ US-നോടും മറ്റ് കൺട്രീസിനോടും ഒന്നും തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റാതിരിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം നമ്മൾ അവരെ ഈ എനർജിയിൽ ഹൈലി ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ടാണ്. അതായത് ഇപ്പൊ ഇന്ത്യക്ക് എന്ത് പറഞ്ഞാലും 140 അല്ലെ 150 CR ആളുകളെ ഫീഡ് ചെയ്യാനുള്ള എനർജി വേണമല്ലോ. അപ്പോൾ ആ എനർജിക്ക് നമുക്ക് ഈ അല്പം കോസ്റ്റ്ലി ആണെങ്കിൽ പോലും ഇപ്പോൾ ഈ എന്താ സോളാറോ അല്ലെങ്കിൽ മറ്റ് സസ്റ്റൈനബിൾ ആയുള്ള മറ്റ് മെത്തേഡ്സ് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ഫ്യൂച്ചറിലും നമുക്ക് ഒരു വോയിസ് ഇല്ലാത്ത ആളുകളായിട്ട് നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കില്ലേ. കാരണം നമുക്ക് ഇപ്പോൾ ചൈനയ്ക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല, കാരണം അവർക്ക് അവരുടേതായ സോഴ്സസ് അവർ ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ US-നെയൊക്കെ ഹൈലി ഡിപ്പെൻഡൻ്റ് ആയി പോകാനുള്ള മെയിൻ റീസൺസിൽ ഒന്ന് നമ്മൾ ക്രൂഡാണ്. പിന്നെ മറ്റ് സെക്ടേഴ്സിലൊക്കെ ഉള്ള സ്ട്രാറ്റജിക് കണക്ഷൻസ് ഉണ്ടെങ്കിൽ പോലും ക്രൂഡ് നമുക്ക് മേടിക്കാതിരിക്കാൻ പറ്റില്ല. നിർബന്ധമായിട്ട് നമ്മൾ മേടിക്കേണ്ട സെനാരിയോ. പക്ഷെ അതിൽ നമുക്ക് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും നമുക്കൊരു റിലാക്സേഷൻ കിട്ടാൻ സാധ്യതയുള്ളൊരു സെഗ്മെന്റ് ആണല്ലോ ഈ. ചിലപ്പോൾ അത് എക്സ്പെൻസീവ് ആയതുകൊണ്ടായിരിക്കും. കാരണം ഒരു ചെറിയ യൂണിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇപ്പോൾ നമ്മളൊരു വീട് ചെയ്യണമെങ്കിൽ തന്നെ അറൗണ്ട് ഒരു 4 to അല്ലെ ഒരു 2-3 lakh rupees വേണം. അപ്പോൾ അതിന് ഇപ്പം ഇവ നോക്കുന്ന സമയത്ത് നമുക്കൊരു 5,000 അല്ലെങ്കിൽ ഒരു 10,000 ബില്ലില്ലാത്തൊരു വീട്ടിൽ എനിക്ക് തോന്നുന്നു സോളാർ ചെയ്തിട്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഇല്ലയെന്ന് ഇപ്പോഴത്തെ ഇലക്ട്രിസിറ്റി കോസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. നമ്മൾ ടോട്ടൽ ഓയിൽ ഇമ്പോർട്ടിൽ എത്ര ആയിരിക്കും ഇപ്പോൾ വണ്ടികളിൽ യൂസ് ചെയ്യുന്നത്? അങ്ങനെയാണ് ഇപ്പൊ ഈ റോൾ ഔട്ട് വന്നാൽ വലിയൊരു മാറ്റമുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഡിസ്കഷനിൽ നമ്മൾ സാറൊക്കെ പറഞ്ഞത് ജോർദാൻ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ മൊത്തം ഇലക്ട്രിക് വെഹിക്കിൾ സ്റ്റേഷനും EV വണ്ടികളും മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു 80 അല്ലെങ്കിൽ 70% ഒക്കെ EV ആയി പോയി. അങ്ങനത്തെ രാജ്യങ്ങളൊക്കെ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന കൺട്രീസ് ചെറിയ ചെറിയ. പക്ഷെ നമ്മളിപ്പോ ഈ ഓയിൽ ഇമ്പോർട്ട് ചെയ്തത് കൊണ്ട് അല്ല ഇപ്പൊ EV നമ്മളെ സെനാരിയോയിൽ ഇപ്പൊ EV ആയത് കൊണ്ട് ഇപ്പൊ നമുക്ക് നല്ല പെർസെൻറ്റേജ് EV ആവാൻ നല്ല സമയം എടുക്കും, അത് വേറെ കാര്യം. പക്ഷെ യൂറോപ്യൻ കൺട്രീസ് പലതും അവർ 230 ആകുമ്പോഴേക്ക് EV-യിലേക്ക് അറൗണ്ട് നല്ല പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്യുന്നതാണ് അവരുടെ ഒരു പ്ലാന് തന്നെ. പക്ഷെ നമുക്ക് 230 ആവാനുള്ള സാധ്യതയില്ല, 240 എങ്കിലും ആവേണ്ടി വരും.
പക്ഷേ അവിടെയും നമ്മുടെ ഒരു കൺസ്ട്രെയിൻ എന്തായിരിക്കും ചോദിച്ചാൽ ഇ വിയിലേക്കാണെങ്കിൽ പോലും നമുക്ക് അവിടെ ഇലക്ട്രിസിറ്റി കൊടുക്കാൻ പറ്റണമല്ലോ. അപ്പോൾ ആ ഇലക്ട്രിസിറ്റി കൊടുക്കാനുള്ള നമ്മളെ നോർമൽ സോഴ്സുകൾ ഒന്ന് നമുക്ക് കേരളത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് വാട്ടർ നിന്നാണ് മെയിനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ മറ്റ് പല സ്ഥലങ്ങളിൽ സോളാർ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇനി അതേപോലെ തന്നെ നമ്മൾ ഇതിൽ നിന്ന് യൂസ് ചെയ്യുന്നുണ്ടാവും നമ്മളുടെ ഇതിൽ മീൻസ് അതെ കോളാണ് നമുക്ക് മെയിനായിട്ടുള്ള. പക്ഷേ മെയിനായിട്ട് നമുക്ക് കോളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം തെർമൽ പ്ലാന്റുകളുണ്ട്. പിന്നെ ശരിക്കും ആറ്റോമിക് പവറാണ് ശരിക്കും നമുക്ക് യൂസ് ചെയ്യാൻ സാധ്യത ഉള്ളത്. പക്ഷെ അതിൽ ഭയങ്കര റെസ്ട്രിക്ഷൻസും ഒക്കെ, കാരണം അത് ഇൻഎക്സ്പെൻസീവ് ആണ്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധ്യത ഉള്ളത് ഹൈഡ്രജൻ ഹൈഡ്രജൻ ആണെന്ന് തോന്നുന്നു സാധ്യത ഉള്ള ഒരു ഏരിയ. പക്ഷേ ബ്രേക്ക് ത്രൂ ഉണ്ടായിട്ടുണ്ടല്ലോ, അതൊരു ഭയങ്കര പോസിറ്റീവ് ആണ്. അത് റോൾ ഔട്ട് ആവാണെങ്കിൽ സാധ്യത അതെ കാരണം തോറിയ ഒരുപാട് അവൈലബിൾ ആണ് നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് അതിലൊരു ഭയങ്കര സക്സസ്ഫുൾ ഇതുണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ അങ്ങനെ നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാം. പക്ഷേ ഈവൻ ദോ ഇപ്പൊ നമുക്ക് EV വന്നാൽ പോലും നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇലക്ട്രിസിറ്റി വേണം. ആ ഇലക്ട്രിസിറ്റി മാനുഫാക്ചർ ചെയ്യാനുള്ള എൻഡ് പ്രൊഡക്റ്റിലേക്ക് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, ക്രൂഡ് ഓയിൽ ആയിരിക്കും എന്നുള്ളതാണ്. അതായത് നമ്മൾ പെട്ടെന്ന് വിയിലേക്ക് മാറിയത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ക്രൂഡ് ഓയിലിന്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് ലഭിക്കില്ല. പിന്നെ ഇതിലൊക്കെ തന്നെ ഈ കമ്പനീസിന് നല്ല റോളുണ്ട് ഡിസിഷൻ മേക്കിങ്ങിൽ. അവരാണ് ശരിക്കും എപ്പോഴാണ് നമ്മളെ കൺട്രിയിൽ കംപ്ലീറ്റ്ലി EV വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്നതിൽ അതായത് ഓൾറെഡി കാർ മാനുഫാക്ചറിങ് ആയുള്ള കമ്പനീസ് അതിനേക്കാൾ പ്രധാനമാണ് ഇവിടെ പെട്രോളിയം കമ്പനീസിൻ്റെ ഡിസിഷൻസ്. അവർക്ക് ഫേവറബിൾ ആയിട്ടാണ് ശരിക്കും അതിൽ ഗവൺമെൻറ് ഡിസിഷൻ എടുക്കുന്നത്. കാരണം ഇപ്പോൾ ഈ കാർ മാനുഫാക്ചേഴ്സിന് വലിയ പ്രശ്നങ്ങളില്ല. കാരണം കാർ മാനുഫാക്ചേഴ്സിന് അവർക്ക് പതുക്കെ അവർ മാനുഫാക്ചർ ചെയ്യുന്ന കാറിനെ പതുക്കെ എന്തിലേക്ക് മാറ്റാം, EVയിലേക്ക് മാറ്റി ഇപ്പോൾ അവർ ഓൾറെഡി പെട്രോൾ മാനുഫാക്ചർ ചെയ്ത കാറുകളൊക്കെ തന്നെ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് പെട്ടെന്ന് EVയിലേക്ക് മാറാം. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ലാർജ് ക്യാപ് കമ്പനീസ് എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റിലയൻസിൻ്റെ മേജർ റവന്യൂ വരുന്നത് ക്രൂഡ് ഓയിൽ നിന്നാണ്. ആ ക്രൂഡ് ഓയിലിന് റവന്യൂ അവരാണ് ഗവൺമെൻറ്റുമായിട്ട് ഹൈലി ഡിപ്പെൻഡൻ്റ് ആണ് അല്ലെങ്കിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ റിലയൻസിൻ്റെ റവന്യൂ പ്രൊട്ടക്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും റിലയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുമല്ലോ. പിന്നെ ഇതേപോലെ അദാനി അവരും അവർക്കും ഇതേപോലെ നോർമലി നമ്മുടെ സസ്റ്റൈനബിൾ അല്ലാത്ത എനർജീസിനും വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഈവൻ അവർക്ക് കുറേ കൂടെ സസ്റ്റൈനബിൾ എനർജീസിനും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റ് പെട്രോളിയം കമ്പനീസ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻസ് ആവാം, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം, മറ്റെല്ലാ പെട്രോളിയം കമ്പനീസും. അപ്പം ഇവരൊക്കെ തന്നെ ഗവൺമെൻറ് കമ്പനീസാണ് ഒന്നുമില്ലെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് റിലേറ്റഡ് കമ്പനീസാണ്. അപ്പം ഓട്ടോമാറ്റിക്കലി ഈ കമ്പനീസ് എല്ലാം തന്നെ അവരുടെ മാർക്കറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊക്കെ തന്നെ നമ്മുടെ മാർക്കറ്റിലേക്ക് EVകൾ വരാൻ അല്പം സമയം എടുത്തുകൊണ്ടിരിക്കും. ഇത് തന്നെ ശരിക്കും നമ്മളുടെ ഇതിലുമുണ്ട്. നമ്മളിപ്പോൾ നമ്മളെ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലുണ്ട്. നമ്മൾ 2G യൂസ് ചെയ്യുന്ന സമയത്ത് മറ്റ് ചൈനയിലും അതേപോലെ തന്നെ US തന്നെ 4Gയിലേക്ക് എത്തിയ സമയം ഉണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ 5Gയിലേക്ക് എത്തുന്ന സമയത്ത് വേൾഡ് അതിലെന്ത് ചെയ്യുന്നുണ്ട്, ടെക്നോളജി ചേഞ്ചസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം. പക്ഷെ നമുക്ക് ടെക്നോളജി ഈസി ആയിട്ട് അഡോപ്റ്റ് ചെയ്യാൻ ഈ കമ്പനീസ് തരില്ല. കാരണം അവരുടെ ഓരോ മോഡൽ ഫോണുകൾ നമ്മൾ യൂസ് ചെയ്ത് അടുത്തത് മാറി ആ ഒരു ട്രാൻസിഷൻ പീരീഡ് നമ്മളെടുത്ത് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് എപ്പോഴും പറയാറ്. അപ്പം ഇന്ത്യയിൽ പെട്ടെന്ന് EV വരാനുള്ള സാധ്യത പിന്നെ ഒരു രീതിയിലുണ്ട്. ആളുകൾ EV ഒപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഫ്യൂവൽ കമ്പനീസ് മാർക്കറ്റിൽ നിന്ന് പതുക്കെ ഔട്ട് ആവുന്ന ഒരു സെനാരിയോ, അങ്ങനെ ആളുകൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പനീസിനൊന്നും ചെയ്യാൻ കഴിയില്ല. അല്ലാത്ത സെനാരിയോയിൽ ഗവൺമെൻറ്റിനെയൊക്കെ യൂസ് ചെയ്തിട്ട് ഈ കമ്പനീസ് എന്ത് ചെയ്യും, അവരുടെ ബിസിനസ്സിനെ കുറേ കാലം മുന്നോട്ടേക്ക് പുഷ് ചെയ്യാനുള്ളൊരു സാധ്യത മാർക്കറ്റിലുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ആളുകൾ EV വെഹിക്കിൾ പ്ലസ് ഒരു സോളാർ എന്നുള്ളൊരു സാധനം ഓപ്റ്റ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാനില്ല. ആളുകൾ അത് സ്വമേധയാ, കാരണം എന്താ വെച്ചാൽ അത് ഇപ്പം നമ്മുടെ സുഹൃത്ത് എടുത്തുണ്ട്. പുള്ളിക്ക് ഒരു 2 lakh 3 lakh യൂസ് ചെയ്ത് പുള്ളി ഓൾറെഡി ഒരു സോളാർ വീട്ടിൽ വെച്ചായിരുന്നു. ഇപ്പം ടാറ്റയുടെ പഞ്ച് വന്ന സമയത്ത് പുള്ളിയുടെ പഴയ വെഹിക്കിൾ കൊടുത്തിട്ട് പുള്ളി പഞ്ചിലേക്ക് മാറി.
അത് അറൗണ്ട് ഒരു 400 കിലോമീറ്റർ റേഞ്ച് പറയുന്നുണ്ട്. 40 ഇതിൻ്റെ ബാറ്ററിയാണ് തോന്നുന്നു യൂസ് ചെയ്യുന്ന മോഡൽ. അപ്പോൾ അറൗണ്ട് ആൾക്കൊരു 200-300 തന്നെ കിട്ടിയാൽ പോലും അയാൾക്കത് പ്രോഫിറ്റബിളാണ്. കാരണം കറണ്ട് ബില്ല് അടയ്ക്കേണ്ട, തീരെ ഒട്ടും കറണ്ട് ബില്ല് അടയ്ക്കേണ്ട ഇപ്പോൾ. ആ അപ്പോൾ ഈവൻ എന്തോ ആളൊരു എനിക്ക് തോന്നുന്നു ഒരു 10 അതെ 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 അതെ. അതായത് ഒരു മിനിമം നമുക്ക് ഒരു ഡെയിലി ഒരു 60-70 മുതൽ ഒരു 100 കിലോമീറ്റർ വരെ ഓടുന്ന ആൾ ഇയാളത് ഓടും. ഇയാൾക്ക് എല്ലാ ദിവസവും കുറ്റ്യാടി പോയി തിരിച്ചു വരണം. നമ്മൾ ഇവിടുന്ന് കുറ്റ്യാടിയിലേക്ക് അറൗണ്ട് ഒരു 40-50 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നും. അപ്പോൾ ആളുടെ ബിസിനസ് ആവശ്യത്തിന് കുറ്റ്യാടി പോയി തിരിച്ചു വരാം. എന്നാലും ആൾക്ക് ഫ്യൂവലിന് ബാലൻസ് ഉണ്ട്. പക്ഷേ ഡെയിലി പുള്ളി കുറ്റ്യാടി പോയി തിരിച്ചു വരാൻ ഒരു 1000-1500 രൂപയ്ക്ക് പെട്രോൾ അടിച്ചുകൊണ്ടിരുന്ന ഒരാളിന് ഇപ്പോൾ ആളിന് ആ ഒരു പൈസയെ വേണ്ട. 2 മന്ത്സിൽ കറണ്ട് ബില്ല് നോർമലി ഒരു 10,000 രൂപ വരെയായിരിക്കും. പക്ഷെ അത് പുള്ളി കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു, സോളാറിന് കൊടുത്തിട്ട് ബാലൻസ് ഉള്ള കറണ്ട് ആള് എന്ത് ചെയ്യും, KSEBിലേക്ക് ഗ്രിഡ് വഴി ട്രാൻസ്ഫർ ചെയ്യുന്ന സിസ്റ്റം ഉണ്ടല്ലോ, അതുവഴി ട്രാൻസ്ഫറും ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന് പേയ്മെന്റ് കിട്ടും. പക്ഷെ അത് പേയ്മെന്റ് ചെറിയ റേറ്റ് ആണ്. എനിക്ക് തോന്നുന്നു 2 അല്ലെങ്കിൽ 3 റുപ്പീസ് പെർ യൂണിറ്റ് കിട്ടുക. പക്ഷെ നമ്മൾ ഇങ്ങോട്ടേക്ക് വാങ്ങുന്ന സമയത്ത് നമ്മളെ സ്ലാബ് ഹൈയിലേക്ക് വരുന്ന സമയത്ത് 5-7ലേക്കൊക്കെ എത്തുകയും ചെയ്യും. കാരണം നമ്മുടെ ബില്ല് ഇതേപോലെ ഒരു 10,000 8,000 ഒക്കെ എത്തുന്ന സമയത്ത് നമ്മുടെ പെർ യൂണിറ്റ് കോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 6-7ലേക്കൊക്കെ എത്തും. കാരണം ഓക്കെ. അപ്പോൾ പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ഒരു 100 കിലോമീറ്റർ ഒക്കെ ഓടുന്ന ഒരാളിന് ഇ വി ഭയങ്കര പ്രോഫിറ്റബിൾ ആണ്. കാരണം അത് നല്ല ഇത് നടക്കല്ലോ. അതിലേക്ക് സോളാർ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷെ അല്ലാതെ നമ്മൾ കുറഞ്ഞ യൂസിന് വേണ്ടിയിട്ട് സോളാർ വെക്കുമ്പോൾ, കാരണം ഒരു 1000-2000 രൂപയൊക്കെ നമുക്ക് കോമൺ ആയിട്ട് 1000-2000, പിന്നെ പീക്ക് മന്തിലല്ലേ നമുക്ക് കുറച്ച് കൂടുക കറണ്ട് ബില്ല്, ഒരു 3000 ഒക്കെ നോർമലായിട്ട് വരും. അതിൽ നമുക്ക് വലിയ പ്രോഫിറ്റ് ഉണ്ടാവില്ല. പക്ഷെ എന്നാൽ പോലും നമ്മളുടെ എന്ത് ചെയ്യാം, നമുക്ക് ഒരു EV ഒക്കെ വാങ്ങുന്ന സമയത്ത് സോളാർ കൺസിഡർ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പെട്രോളെ നമുക്ക് മാറ്റി നിർത്താം. അപ്പോൾ നമ്മൾ ഒരേ സമയത്ത് പെട്രോളിനെ ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളൊരു നോക്കുന്ന സമയത്ത് നമ്മളെ കറണ്ട് ഡെഫിസിറ്റ് റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അതേ സമയത്ത് നമുക്ക് നമ്മളെ പേഴ്സണൽ കോസ്റ്റും റെഡ്യൂസ് ചെയ്യാനും പറ്റും. അപ്പം ഇതൊക്കെ നമ്മൾ ജസ്റ്റ് റീഡിങ്ങിലേക്ക് ജസ്റ്റ് ആഡ് ചെയ്യാം. നമുക്ക് ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ്. പിന്നെ ഫിസിക്കൽ പോളിസീസ് 3 ടൈപ്പ് ഉണ്ട്. ജസ്റ്റ് അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഫിസിക്കൽ പോളിസീസ് 3 ടൈപ്പാണ് വരുന്നത്. അതിൽ ഒരു ടൈപ്പ് എന്നുള്ളത് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഫിസിക്കൽ പോളിസീസ് ആണ്. ന്യൂട്രൽ ആയിട്ടുള്ള ഫിസിക്കൽ പോളിസീസിൽ ആ ഗവൺമെന്റിന്റെ ഇൻകവും എക്സ്പെൻഡിച്ചേഴ്സും ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. ഗവൺമെന്റിന് ഫണ്ട് പുറത്തുനിന്നൊന്നും കണ്ടുപിടിക്കേണ്ട, ഓൾറെഡി ഫണ്ട് ഉണ്ടാവും, അത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫണ്ട് ഉണ്ടാവും, അത് വെച്ചിട്ട് എക്സ്പെൻഡിച്ചേഴ്സ് മീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതൊരു ന്യൂട്രൽ ഫിസിക്കൽ പോളിസീസ് ആണ്. ഇനി നെക്സ്റ്റ് വൺ എന്നുള്ളത് എക്സ്പാൻഷനറി ഫിസിക്കൽ പോളിസീസ് ആണ്. അപ്പോൾ എക്സ്പാൻഷനറി ഫിസിക്കൽ പോളിസീസ് എന്നുള്ളത് ഗവൺമെന്റ് സ്പെൻഡിങ് എക്സീഡ് ഇൻകം ആണ്. അപ്പോൾ നോർമലി എന്താണ്, ഒരു എക്സ്പാൻഷനറി പ്രോഗ്രാമിൽ ഇപ്പോൾ നോർമലി ചിലപ്പോൾ ലോണൊക്കെ എടുത്തിട്ടാണെങ്കിൽ പോലും ഒരു കൂടുതൽ എമൗണ്ട് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്ന ചില സമയങ്ങളുണ്ടാവും. അപ്പോൾ നോർമലി ഇത് ചെയ്യാറ് ഗവൺമെന്റ് അല്പം ഒരു റിസഷനിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റീസ് ഒക്കെ മാർക്കറ്റിൽ കുറഞ്ഞു വരുന്ന സാഹചര്യങ്ങളിൽ ഗവൺമെന്റ് എടുക്കുന്ന ഒരു മെത്തേഡാണ് ഈ എക്സ്പാൻഷനറി ഫിസിക്കൽ പോളിസീസ് എന്നുള്ള മെത്തേഡ്. അത് എക്കണോമിക് ആക്ടിവിറ്റീസിനെ കൂട്ടാനും കൂട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോസസ്സ്. അവിടെ ടാക്സ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ, ആളുകളെ മാർക്കറ്റിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആക്കുന്ന മെഷേഴ്സിനെയാണ് എക്സ്പാൻഷനറി ഫിസിക്കൽ പോളിസീസ് എന്ന് പറയാം. നെക്സ്റ്റ് കോൺട്രാക്ഷണറി ഫിസിക്കൽ പോളിസീസ് ആണ്. അവിടെ ഗവൺമെന്റ് ചെയ്യുന്നത് സ്പെൻഡിങ് ലോവർ ദാൻ ദ ഇൻകം. അപ്പോൾ നോർമൽ ഓട്ടോമാറ്റിക്കലി ഇത് എന്നുള്ളത് ഗവൺമെന്റിന് ആ ഒരു എക്കണോമിയിൽ സപ്ലൈ റെഡ്യൂസ് ചെയ്യണം, സ്പെൻഡ് ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ടാക്സസ് അല്പം ഇൻക്രീസ് ചെയ്ത് മാർക്കറ്റിലെ ആളുകളുടെ സ്പെൻഡിങ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനാണ് കോൺട്രാക്ഷണറി ഫിസിക്കൽ പോളിസീസിൽ ഗവൺമെന്റ് ട്രൈ ചെയ്യുക. ന്യൂട്രൽ മീൻസ് അവിടെ നോർമൽ ആയിട്ടുള്ള സ്പെൻഡിങ് ഉണ്ടാവട്ടെ എന്നുള്ളതാണ് എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ, എക്സ്പാൻഷനറിയിൽ മാർക്കറ്റിനെ ബൂമാക്കാനാണ് ഗവൺമെന്റ് നോക്കുക. കോൺട്രാക്ഷണറി ഒരു ഇൻഫ്ലേഷൻ സമയത്ത് മാർക്കറ്റിനെ ഒന്ന് പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതിനെ കോൺട്രാക്ഷണറി ഫിസിക്കൽ പോളിസീസ് എന്നാണ് പറയുക. ഓക്കെ.
അപ്പോൾ ഇത് പറ്റുവാണെങ്കിൽ നമ്മളൊരു ബഡ്ജറ്റ് മറ്റു സാധനങ്ങളൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് റീഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് ജസ്റ്റ് ഫർദർ റീഡിങ്ങിന് നമ്മൾ ജസ്റ്റ് ഇട്ടതാണെന്ന് യൂണിയൻ ബഡ്ജറ്റ് ഒക്കെ എടുത്ത് ജസ്റ്റ് നോക്കുക. അപ്പോൾ അതേപോലെ റിസർവ് ബാങ്കിൻ്റെ ആനുവൽ റിപ്പോർട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ ആനുവൽ റിപ്പോർട്ട്, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഫിസിക്കൽ ഡെഫിസിറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ഇൻകം ഡാറ്റാസ് അവൈലബിൾ ആണ്, അതേപോലെ GDP ഡാറ്റാസ് അവൈലബിൾ ആണ്. ജസ്റ്റ് അതൊന്ന് നോക്കി വയ്ക്കുക. പിന്നെ ഈ ഏരിയയിൽ വരുന്ന ജസ്റ്റ് ഒരു ഏരിയാസും കൂടെ പറഞ്ഞ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. അത് മോണിറ്ററി പോളിസീസ് ആണ്. ഫിസിക്കൽ പോളിസീസ് മേക്ക് ചെയ്യുന്നത് എല്ലാം ഫിനാൻസ് മിനിസ്ട്രിയുടെ അണ്ടറിലാണെങ്കിൽ പോലും അത് ഗവൺമെൻറ് ആണ് മേക്ക് ചെയ്യുക. ഫിനാൻസ് മിനിസ്റ്റർ ആണത് മാർക്കറ്റിലേക്ക് കൊണ്ടുവരിക. പക്ഷേ നെക്സ്റ്റ് ഏരിയ ദാറ്റ് ഈസ് ദ മോണിറ്ററി പോളിസീസ്. അത് മോണിറ്ററി പോളിസീസ് ആർ ഫുള്ളി അണ്ടർ ദ കൺട്രോൾ ഓഫ് RBI. അപ്പോൾ RBI മാർക്കറ്റിലെ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാനും ഇൻഫ്ലേഷനെ കോർഡിനേറ്റ് ചെയ്യാനും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ അവിടെ യൂസ് ചെയ്യുന്നത് മെഷേഴ്സ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് യൂസ് ചെയ്തിട്ട് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് മോണിറ്ററി പോളിസീസ് എന്ന് പറയുക. മെയിൻ എയിം എന്നുള്ളത് എക്കണോമിനെ പ്രൊമോട്ട് ചെയ്യാം. ദെൻ അതേപോലെ ഇൻഫ്ലേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് മാർക്കറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെയും നേരത്തെ നമ്മൾ പറഞ്ഞ രീതിയിൽ ഏതാണ് ക്ലിയർ ആയില്ല. നമ്മളൊരു ഗുരുവൊക്കെ ആയിട്ട് കാണുന്ന ഒരാൾ പ്രത്യേകം പറഞ്ഞ കാര്യം, ഇപ്പൊ വാറിനേക്കാളും ഇമ്പാക്ട് മാർക്കറ്റിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഗവൺമെന്റിന്റെ ഇൻട്രസ്റ്റ് റേഞ്ചുകളായിരിക്കും. വാറ് കാരണമായിരിക്കും ഇൻട്രസ്റ്റ് റേഞ്ചുകൾ കൊണ്ടുവരുന്നത്. പക്ഷെ അത് വളരെ ശരിയാണ്. കാരണം കോവിഡിന്റെ സമയത്ത് മാർക്കറ്റ് കയറിയത് ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്. അപ്പൊ അവര് പറയണ്ടേ ഇൻട്രസ്റ്റ് റേറ്റ് തിരിയുന്ന ഒരു സമയം വരും, അതാണ് ശരിക്കും പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യാന്ന്. അപ്പൊ വളരെ ശരി. 2021 ഒരു സെപ്റ്റംബർ കോവിഡ് പ്രശ്നമൊക്കെ കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി, മാർക്കറ്റ് വീഴാൻ തുടങ്ങി. നമ്മുടെ നാട്ടിൽ തുടങ്ങിയ അൽഫാമിന്റെയും മന്തിന്റെയും ഷോപ്പുകളൊക്കെ അടയാൻ തുടങ്ങി, സൂപ്പർ മാർക്കറ്റുകൾ അടയ്ക്കാൻ. ഒരു മണി ഫ്ലോ ഒരു നല്ല രീതിയിൽ കാണാൻ പറ്റും. എന്തുകൊണ്ടാ അറിയില്ല, അന്ന് തുടങ്ങിയ ഷോപ്പുകളൊക്കെ ഒരു 21-22 സമയത്ത് കുറെ അടിച്ചു കൂട്ടി. അന്ന് ലോക്കൽ മാർക്കറ്റിലും ആൾക്കാർ പറയുന്നുണ്ട് ഒരു മണി ഫ്ലോ കുറവാണ്, കച്ചവടം കുറവാണെന്നൊക്കെ. നല്ല രീതിയിൽ നമ്മുടെ ലോക്കൽ ബിസിനസ്സുകളെയും ബാധിക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും എന്താ വെച്ചാൽ നമ്മുടെ ലോക്കൽ ബിസിനസിന്റെ ഏറ്റവും വലിയൊരു ഡീമെറിറ്റ് ഞാൻ കാണുന്നത് അതാണ്. നമ്മുടെ ലോക്കൽ ആളുകൾ അവർ ഈ നാഷണൽ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സ്റ്റഡി അത് ആളുകളുടെ പർച്ചേസിങ് പവറിൽ, ഈവൻ ദോ ഗവൺമെന്റിനും അങ്ങനെ ഒരു ഇന്റൻഷൻ ഇല്ല ആളുകളിലേക്ക് എത്തിക്കണമെന്ന്, ചേഞ്ച് ചെയ്യും. ആ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ബിസിനസ്സുകൾ ഈ രീതിയിൽ ബിഹേവ് ചെയ്യണം എന്നുള്ള ഒരു ട്രെയിനിങ് നമ്മുടെ ലോക്കൽ ബിസിനസ്സിന് കിട്ടുന്നില്ല. ഇപ്പോൾ ശൈല പറഞ്ഞത് കറക്റ്റാണ്. ഇപ്പം നമ്മൾ മാർക്കറ്റിൽ റിസിഷൻസ് ഉണ്ടോ നോക്കാൻ പല കോമിക് ആയിട്ടുള്ള പല തിയറീസും മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മൾ പറയാറുണ്ട്, ഇപ്പം അണ്ടർവെയറിന്റെ ഡിമാൻഡ് കുറയുമെന്നാണ് പറയുക എക്കണോമിക് ക്രൈസിസ് ഉണ്ടാകുമ്പോൾ. ശരിക്കും അത് സത്യമാണ്. അത് നമുക്ക് പേജ് ഇൻഡസ്ട്രീസിന്റെ ഒക്കെ ഡിമാൻഡ് എടുത്ത് അവരുടെ അടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ജോക്കിയുടെ ഡിമാൻഡ്, അതായത് ബ്രാൻഡഡ് ആയിട്ടുള്ള അണ്ടർവെയർസിന്റെ ഡിമാൻഡ് കുറയും. കാരണം ആളുകൾ ഒന്നുമില്ലെങ്കിൽ ഇപ്പം മേടിക്കേണ്ട, അല്പം കഴിഞ്ഞ് മേടിക്കാൻ തീരുമാനിക്കും. അതല്ലെങ്കിൽ നോൺ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റിലേക്ക് മൂവ് ചെയ്യും. പിന്നെ ഇപ്പൊ ശരിക്കും അതെ. പിന്നെ അതേപോലെ തന്നെയാണ് ഇത് വരും. ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഒരു റിയൽ ടൈം എക്സാമ്പിളാണ്. ഇപ്പം വളരെ ഫ്ലറിഷ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, ഇപ്പോൾ കുറേ ഗ്രില്ലൊക്കെ നിരത്തി വെച്ചിട്ടുള്ള ചിക്കനും അൽഫാമും ഒക്കെ വെച്ചിട്ടുള്ള ഷോപ്പുകളിൽ അവരുടെ ആ ഗ്രില്ലിന്റെ നമ്പർ കുറയാൻ സാധ്യത ഉണ്ട്. വേണമെന്ന് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി അടുത്ത സെനാരിയോയില്. കാരണം എന്താ വെച്ചാൽ അവർക്ക് അത്ര അതെ. കാരണം എന്താ വെച്ചാൽ അതെ നമുക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം, പക്ഷെ ഗ്രില്ല് കഴിക്കണം നിർബന്ധമില്ല. നമുക്ക് വിശപ്പ് മാറാനുള്ള സാധനം കഴിച്ചിട്ട് അന്നത്തെ അത് നിർത്താലോ. പിന്നെ അതേപോലെ വൈകിട്ടൊക്കെ ഒരു റെസ്റ്റോറൻറ്റിന്റെ മുന്നിൽ നിറയെ കാറുകൾ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി മാർക്കറ്റ് കുറച്ച് ഫ്ലറിഷ് ആയിരിക്കും. കാറുകളുടെ നമ്പർ കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവിടെയും ഒബ്സർവ് ചെയ്യണം. ഇത് നമ്മളെപ്പുറം ജിമ്മിൽ വരുന്ന ഒരു ലേഡി ഉണ്ട്. അവര് ഒരു ബ്യൂട്ടീഷ്യനാണ്. രാവിലെ അവർ ജിമ്മിലുണ്ടാവും. കുറെ കാലമായിട്ടുള്ള കുറെ ആളുകളുണ്ട്, കുറെ കമ്മ്യൂണിറ്റി. അവർ പറഞ്ഞത് ഈ കഴിഞ്ഞ പെരുന്നാളിന് സാധാരണ പെരുന്നാൾ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീക്കിൽ അവർക്കുണ്ടാവുന്ന റെഗുലർ കസ്റ്റമേഴ്സ് തന്നെ ഉണ്ട്. പക്ഷെ അവർ തന്നെ സ്പെൻഡ് ചെയ്തത് ഒരു 50% ആണ്. കാരണം നല്ല എമൗണ്ട്, അവരൊരു പ്രീമിയം ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് നോർമലി
ഒരു ചെയ്യുന്ന, അതായത് പല ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, പല സാധനങ്ങൾ ഒപ്റ്റ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു 10,000 ഒക്കെ സ്പെൻഡ് ചെയ്യുന്ന ആളുകൾ ഈ പ്രാവശ്യം ഒരു 5,000 വെച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ എന്നാണ് പറഞ്ഞവര്. 50 കാരണം എന്താ വെച്ചാൽ ആ സമയത്താണല്ലോ GCC, കാരണം എസ്പെഷ്യലി നമ്മുടെ എക്കണോമി, ഈവൻ നമ്മൾ ലോക്കൽ മാർക്കറ്റ് ഓമശ്ശേരി, കൊടുവള്ളി ഈ ഏരിയ ഒക്കെ തന്നെ ഒരു GCC ബെൽറ്റിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നോർമലി നമ്മൾ അവരുടെ ഇവരുടെ ക്ലയൻസിന്റെ ഹസ്ബൻഡും പാരൻസും ഒക്കെ തന്നെ GCC ബേസ്ഡ് ആയിരിക്കും കുറെ പേര്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി GCC ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി എന്താണ് വരാൻ പോകുന്നതെന്ന് അറിയാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തു, പാനിക് ആയ സമയത്ത് സ്പെൻഡിങ് റിഡ്യൂസ് ചെയ്തു. പിന്നെ അങ്ങനെ സ്പെൻഡിങ് റിഡ്യൂസ് ചെയ്ത സമയത്ത് ലോക്കൽ മാർക്കറ്റിൽ ആളുകൾക്ക് ജസ്റ്റ് ജോബ് കുറഞ്ഞു, ലോക്കൽ മാർക്കറ്റിലുള്ള കച്ചവടങ്ങൾ കുറഞ്ഞു. അതുകൊണ്ട് തന്നെ അവരും സ്പെൻഡ് ചെയ്യുന്നത് കുറച്ചു. അപ്പോൾ അത് മാർക്കറ്റിൽ ശരിക്കും നമ്മൾ ആ ബിഹേവിയർ പഠിച്ചാൽ ശരിക്കും മാർക്കറ്റിൽ അത് വിസിബിൾ ആണ്. പിന്നെ മാർക്കറ്റ് ചേഞ്ച് ചെയ്യാറില്ല എന്ന് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ശരിക്കും നമ്മുടെ ലോക്കൽ ഷോപ്പുകളൊന്നും ഒരിക്കലും ഇപ്പോഴത്തെ യങ് ആയുള്ള സ്റ്റുഡൻസ്, യങ് ആയുള്ള ആളുകളുടെ ആസ്പിറേഷൻസ് മീറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് ഗ്രോ ചെയ്യുന്നില്ല. അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പൊ നമ്മളിപ്പോ രണ്ട് രീതിയിലാണ് പലരോടും സംസാരിച്ചത്. ഇപ്പോൾ നോർമലി ഇപ്പോൾ ഡിഗ്രി, ഇപ്പോൾ അസ്ജദിനെ ചിലപ്പം കുറച്ച് കണക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അസ്ജദിനെ പോലുള്ള ആളുകൾക്ക് ജോലി ചെയ്യുന്നതിന് ഒരു മടിയും ഇല്ലാത്ത ആൾക്കാരാണ്. കാരണം അവർക്ക് പൈസ കിട്ടണം, അതുകൊണ്ട് തന്നെ അവർ ജോലി ചെയ്യാൻ റെഡിയാണ്. ഇപ്പോഴത്തെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ സ്റ്റുഡൻസ് അവരത് കണ്ടുപിടിക്കാനും ചെയ്യാനും ഒക്കെ റെഡിയാണ്. പക്ഷേ അവരിപ്പോൾ ചെറിയൊരു ജോലി സൂപ്പർ മാർക്കറ്റിലോ അങ്ങനത്തെ എവിടെയും ചെയ്യുമ്പോൾ അവർ എക്സ്പെക്ട് ചെയ്യുന്ന അവർ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന് ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ലെവലുണ്ട്. ഒരു ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ അവരൊരു പ്രീമിയം എന്നുള്ളതല്ല, അവരൊരു യുണീക്നെസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരു കഫേ ആണെങ്കിൽ അവർ വർക്ക് ചെയ്യാൻ റെഡിയാണ്, പക്ഷെ ഒരു ചായക്കടയാണെങ്കിൽ അവർ വർക്ക് ചെയ്യാൻ റെഡിയല്ല. പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ആളുകൾക്ക്, ഇപ്പം നമ്മളെ ബിസിനസ് ഓണേഴ്സിന് അവരുടെ ഓൾറെഡി ഉള്ള ഒരു എന്ത് ഷോപ്പാണെങ്കിലും അതിനെ ഈ ജനറേഷന്റെ ഒരു ആസ്പിറേഷനിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഞാനിങ്ങനെ പലരോടും ഇപ്പം നമ്മളെ കോഴ്സ് എടുക്കുന്ന അല്ലാത്ത ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ ഇങ്ങനെ നമ്മളോട് സൂചിപ്പിക്കുക. അതായത് അതെനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഒരു റിസർച്ച് ഒന്നും ചെയ്യാതെ മാർക്കറ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താതെ വളരെ ടിപ്പിക്കൽ ഷോപ്പുകളായിട്ട് തന്നെ പോവല്ലേ ചെയ്യുന്നത്. അപ്പൊ അവിടേക്കാണ് ശരിക്ക് വലിയ കമ്പനീസിന്റെ വലിയ ഷോപ്പുകൾ ജസ്റ്റ് കുറച്ചും കൂടെ ഈ മാർക്കറ്റിനെ ക്യാച്ച് ചെയ്യുക. പക്ഷെ ആളുകൾ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ചെറിയ ഷോപ്പിൽ നിന്ന് മേടിക്കാനൊക്കെ റെഡിയാണ്. പക്ഷെ ചെറിയ ഷോപ്പുകളാണെങ്കിൽ പോലും നമുക്കൊരു ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു സർവീസ് കൊടുക്കാൻ പറ്റണം എന്നുള്ളത്. കാരണം അത് പലപ്പോഴും എല്ലാം അല്ല, എസ്തെറ്റിക് മാത്രമല്ല. ഇപ്പൊ നമുക്ക് ഇപ്പം എന്താ പറയുക, നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ഓരോ ഷോപ്പുകളൊക്കെ, ഇപ്പോൾ ഒരു ചെറിയ ടീ ഷോപ്പുകളാണെങ്കിൽ പോലും അതിന്റെ നോർമലി ഹൈജീന്, അവിടെ മറ്റ് ഫാക്ടേഴ്സ് എല്ലാം തന്നെ നമ്മുടെ ആളുകൾ ഇപ്പോൾ ഒബ്സർവ് ചെയ്ത് തുടങ്ങി. ശരിക്കും അത് ആ ഷോപ്പുകളൊക്കെ ഭയങ്കര ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് മാറ്റുമൊന്നും വേണ്ട. പക്ഷെ ഒരു ബേസിക് സാധനങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്ത്, ഒന്ന് ഹൈജീൻ ഫാക്ടേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്ത്, പിന്നെ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ അവിടെ തന്നെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ പലരും എന്ത് ചെയ്യുന്നില്ല, ആ ഒരു കാര്യത്തിലൊന്നും ഒട്ടും ഇത് ചെയ്യാറില്ല. പിന്നെ അതേപോലെ ചെറിയ സൂപ്പർ മാർക്കറ്റുകൾ നോക്കുന്ന സമയത്ത്, നമ്മളുടെ സൂപ്പർ മാർക്കറ്റ് അല്ല, ട്രഡീഷണൽ സാധാരണ ഷോപ്പിനെ എനിക്ക് ഈ ബില്ലൊന്നും തരുന്നില്ല എന്നുള്ളത് ശരിക്കും എൻ്റെ ഒരു കൺസേൺ ഉള്ള സാധനമാണ്. ഇപ്പോൾ ഒരു വെജിറ്റബിൾ വാങ്ങാൻ പോയാൽ സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ നമുക്ക് ബില്ല് കിട്ടും. പക്ഷെ ഒരു ലോക്കൽ ഷോപ്പിൽ പോയാൽ അവർ പറയുന്ന പൈസ കൊടുക്കുന്ന ഒരു സിസ്റ്റം ആണുള്ളത്. അത് ഇല്ല അതെ. പക്ഷെ അതിൽ നമ്മൾ ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റുകളായിരിക്കും നമ്മളെ പറ്റിക്കുന്നുണ്ടാവുക, ഇവർ ചിലപ്പോൾ നമ്മളെ പറ്റിക്കൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ അതിലങ്ങ് കൺവിൻസ്ഡ് ആവില്ല. അതായത് നമ്മളാ ചെക്ക് ചെയ്യാൻ പറ്റില്ല. അതെ. അവർ പറയുന്ന പൈസ, ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അടിക്കാത്തൊരു സാധനം ചിലപ്പോൾ അവർ ബില്ലിൽ വന്നു പോയാൽ നമ്മൾ അവരോട് പറയും ഇത് നമ്മൾ അടിച്ചിട്ടില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എടുത്തൊരു സാധനത്തിന് ബില്ലിലേക്ക് വന്നിട്ടില്ലെങ്കിൽ അവരോട് നമുക്ക് പറയാനുള്ള സാധ്യത ഉണ്ട്.
പിന്നെ അതും അവരും ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് അല്ല സാധാരണ ഷോപ്പുകളാണെങ്കിൽ പോലും ആ ഡാറ്റ അനലൈസ് ചെയ്ത് ഏത് മന്തിൽ ഏത് സാധനങ്ങളാണ് കൂടുതൽ വേണ്ടതെന്നൊക്കെ അവർക്ക് കുറച്ചും കൂടെ പ്ലാൻ ചെയ്ത് എടുക്കാനൊക്കെ പറ്റുകയും ചെയ്യും. പിന്നെ അപ്പോൾ ബില്ല് കൊടുക്കുക, പിന്നെ നമുക്ക് സെൽഫായിട്ട് ആൾക്ക് എടുക്കാൻ പറ്റുക, അതൊക്കെ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഇനിയുള്ള ഷോപ്പുകളിലേക്കൊക്കെ വന്ന്, പിന്നെ അതേപോലെ നമ്മൾ പലപ്പോഴും വെജിറ്റബിൾസ് ഒക്കെ വളരെ കെയർഫുൾ അല്ലാതെ അവർ റോഡ് സൈഡിലൊക്കെ എല്ലാവരും ഇടും. പക്ഷേ അതിനൊക്കെ ഇപ്പോഴത്തെ ജനറേഷൻ അതിലൊക്കെ കുറച്ചും കൂടി ഒരു മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ കൊള്ളാമെന്ന് വിചാരിക്കുന്നത്. കുറച്ചും കൂടെ പിന്നെ നമ്മുടെ ചുറ്റുപാടുകളും കുറേ കൂടെ മാറ്റം വരുന്നു കഴിഞ്ഞാൽ നല്ലതാണെന്ന് വിചാരിക്കുന്നത്. അതോടെയാണല്ലോ പലരും യൂറോപ്പിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും ഒക്കെ പോകണം എന്ന് വിചാരിക്കുന്നത്. കാരണം അവർക്കൊരു ടോട്ടൽ ലൈഫ് നന്നാവുക എന്നുള്ളതാണല്ലോ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യം. അപ്പം അതിലൊക്കെ അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരും, അതൊക്കെ ചേഞ്ചസ് ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഈ ഒരു ആളുകളുടെ ബിഹേവിയർ നമ്മൾ സ്റ്റഡി നടത്തുന്നത് എപ്പോഴും നമുക്ക് നല്ലതാണ്. കാരണം നമുക്ക് നമ്മുടെ ജോബിൽ നമ്മൾ എന്ത് ചേഞ്ചാണ് വരുത്തേണ്ടത്, നമ്മുടെ ബിസിനസ്സിൽ എന്ത് ചേഞ്ചാണ് വരുത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്കൊരു അപ്ഡേഷൻസ് എടുക്കാൻ ആ ബിഹേവിയറൽ സ്റ്റഡി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇപ്പം പിന്നെ ഇവിടെ നമുക്ക് ജസ്റ്റ് ഇതേപോലെ ഇനി മോണിറ്ററി പോളിസീസ് ടൈപ്പ് പറയുന്ന സമയത്ത് ഇതേപോലെ എക്സ്പാൻഷണറി പോളിസീസ് ഉണ്ട്. എക്സ്പാൻഷണറി പോളിസീസിൽ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യാനുള്ള മെഷേഴ്സാണ് നമ്മൾ എടുക്കുക. നേരത്തെ പറഞ്ഞോളാം, മാർക്കറ്റ് സ്ലോ ഡൗൺ ആവുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്ത് മാർക്കറ്റ് നമ്മൾ ലിസ്റ്റ് ചെയ്ത്. പിന്നെ അതേപോലെ തന്നെ കോൺട്രാക്ഷണറി പോളിസീസ് ഉണ്ടാവും. അവിടെ നമ്മൾ ചെയ്യുന്നത് ഇതേപോലെയാണ്. മാർക്കറ്റ് ഒരു ഹൈയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈ ഇൻഫ്ലേഷൻസ് ഉണ്ടാവും. ആ ഹൈ ഇൻഫ്ലേഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മണി സപ്ലൈ റെഡ്യൂസ് ചെയ്യണം. ആ മണി സപ്ലൈ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് നമ്മൾ എടുക്കും. അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്ത് ആളുകളുടെ മണി സപ്ലൈ റെഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക. അപ്പോൾ മോണിറ്ററി പോളിസീസിൽ 2 ടൈപ്പ് പോളിസീസ് ആണ്. എക്സ്പാൻഷണറി ഉണ്ട്, കോൺട്രാക്ഷണറി പോളിസീസ് ഉണ്ട്. എക്സ്പാൻഷണറി പോളിസീസ് മാർക്കറ്റ് ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഗവൺമെൻറ് എടുക്കുന്ന പോളിസീസ് ആണ് എക്സ്പാൻഷണറി പോളിസീസ്. മാർക്കറ്റ് നല്ല ഫ്ലറിഷ് ആയി ഹൈ ഇൻഫ്ലേഷൻ ഫ്ലറിഷ് ആവണമെന്ന് നിർബന്ധമില്ല. ഏതെങ്കിലും കാരണം കൊണ്ട് നല്ല ഹൈ ഇൻഫ്ലേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ നോർമലി അതിനെ പ്രിവെൻറ്റ് ചെയ്യാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും നമുക്ക് കോൺട്രാക്ഷണറി പോളിസീസിൻ്റെ ആവശ്യങ്ങൾ വരും. ഇനി ഈ കോൺട്രാക്ഷണറി പോളിസീസ് ഒക്കെ എടുക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മേജർ ടൂൾസ് ഉള്ളത് 1 റിപ്പോ റേറ്റ് ആണ്, 2 റിവേഴ്സ് റിപ്പോ റേറ്റ് ആണ്, 3 CRR ആണ്, 4 RRR ആണ്. ഇനി മറ്റ് മെത്തേഡ്സും ഉണ്ട്, പക്ഷേ ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്, കോമൺ റേഷ്യോസ്. അതിൽ റിപ്പോ റേറ്റ് എന്നുള്ളത് ഇത്രയാണ്. RBI ലെൻഡ് ടു ബാങ്ക്സ് ആണ്. ബാങ്കിന് എന്ത് ചെയ്യാം, ഒരു ലോൺ കൊടുക്കുകയാണ്. ആ ലോൺ കൊടുക്കുന്ന സമയത്ത് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിപ്പോ റേറ്റ്. അപ്പോൾ ആ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ബാങ്കിന് ലെൻഡ് ചെയ്യുന്ന സമയത്തുള്ള റേറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ബാങ്കും കൂടുതൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യേണ്ടി വരും. ആ റേറ്റ് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ബാങ്കിന് എന്ത് ചെയ്യാം, ഒരു റെഡ്യൂസ്ഡ് ആയിട്ടുള്ള റേറ്റിൽ ലോൺ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഇതേപോലെ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നുള്ളത് RBI ബാങ്കിനടുത്തുനിന്ന് ബോറോ ചെയ്യും. അത് RBIക്ക് ഫണ്ടിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് മാത്രമല്ല, ചിലപ്പം ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് RBI ഫണ്ട് കളക്ട് ചെയ്യും. അതല്ലെങ്കിൽ മണി സപ്ലൈ മാർക്കറ്റിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് RBI എന്ത് ചെയ്യും, RBI ഇതേപോലെ റിവേഴ്സ് റിപ്പോയും ചേഞ്ച് ചെയ്യും. അപ്പം റിവേഴ്സ് റിപ്പോ ഇതേപോലെയാണ്. റിവേഴ്സ് റിപ്പോ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി റേറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആളുകൾ എന്ത് ചെയ്യും, ബാങ്കുകൾ അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ഇവിടെ RBIയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കുറച്ച് ഹൈ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ഏൺ ചെയ്യാം. അപ്പോൾ മാർക്കറ്റിലെ മണി സപ്ലൈ റെഡ്യൂസ് ചെയ്യാം. റിവേഴ്സ് റിപ്പോ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി റിപ്പോ റേറ്റും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അത് രണ്ടും ഒരേപോലെ തന്നെയാണ് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യാം. കാരണം രണ്ടും മണി സപ്ലൈ റെഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാനോ ആണല്ലോ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ. അതേപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി, SLR എന്നുള്ളത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ്. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്ന സമയത്ത് ഒരു ബാങ്ക് അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഒരു സ്പെസിഫിക് എമൗണ്ട് എന്ത് ചെയ്യണം, ക്യാഷ് റിസർവ് ബാങ്കിൽ കീപ്പ് ചെയ്യണം. അങ്ങനെ കീപ്പ് ചെയ്യുന്നതിനെയാണ് CRR എന്ന് പറയുക, ക്യാഷ് റിസർവ് റേഷ്യോ. ഇനി SLR എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്നുള്ളത് ഒരു 18% അല്ലെങ്കിൽ 16%, 15% ഒക്കെയാണ് വരിക. ബാങ്കുകൾ അവരുടെ തന്നെ ബ്രാഞ്ചിൽ കീപ്പ് ചെയ്യേണ്ട എമൗണ്ടിനെയാണ് ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു 1 lakh rupees ഒരാൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ
ഒരു 20% ആണ് SLR എങ്കിൽ 80,000 റുപ്പീസിന് മാത്രമാണ് ബാങ്കിന് ലോൺ കൊടുക്കാൻ പറ്റുക. ബാക്കി 20% അവിടെ എന്ത് ചെയ്യണം, ലിക്വിഡിറ്റി റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യണം. അത് ലോണായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ബാങ്കുകൾക്ക് ഒരിക്കലും ലിക്വിഡിറ്റി ക്രൈസിസ് ഇങ്ങനെ ഒരു 10 ആൾ ഡെപ്പോസിറ്റ് ചെയ്തു, ഒരു 10 ലക്ഷം രൂപ വന്നു. അപ്പോൾ ബാങ്ക് അതിൽ നിന്ന് 1-2 ആളുകൾ വന്ന് പെട്ടെന്ന് പൈസ തിരിച്ചു ചോദിച്ചാലും ആ ബാങ്കിന് അത് എടുത്ത് കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. അങ്ങനെ കൊടുക്കാൻ ബാങ്കിന് പൈസ ഉണ്ടാവണം എന്നുള്ളതാണ്. ആ പൈസ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ റേഷ്യോസിൽ ചെറിയ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ പോലും എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ മണി സപ്ലൈയിൽ ചേഞ്ചസ് മാർക്കറ്റിലുണ്ടാവും. ഇപ്പോൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ റിപ്പോ റേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. റിപ്പോ ബാങ്കുകൾ കൊമേഴ്ഷ്യൽ ബാങ്കിന് ലെൻഡ് ചെയ്യുന്ന സമയത്ത് ചാർജ് ചെയ്യുന്ന റേഷ്യോ ആണ്. റിവേഴ്സ് എന്നുള്ളത് തിരിച്ച് ഓപ്പോസിറ്റ് ആണ്, RBI ബോറോ ചെയ്യുന്ന സമയത്ത് ചാർജ് ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ CRR എന്നുള്ളത് ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. മിനിമം കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ്സ് വിത്തിൻ ദ RBI ആണ്. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോസ് എന്നുള്ളത് ഡെപ്പോസിറ്റ്സ് ബാങ്കിൽ തന്നെ കീപ്പ് ചെയ്യുന്ന റേറ്റുകളാണ്. ഇപ്പോൾ നമ്മുടെ നോർമൽ ഇപ്പോഴത്തെ ഒരു റേറ്റ് കിടക്കുന്നത്, ഇപ്പോൾ റിപ്പോ റേറ്റ് 5.25 ആണ്. അതിൽ ചേഞ്ചസ് ഉണ്ടായിരുന്നില്ല. റിവേഴ്സ് 3.35 ആണ്. 25 ആണോ ജസ്റ്റ് നോക്കണം. 25 ആയിരുന്നു എൻ്റെ ഓർമ്മ. ഇനി 35 ആണോ, ഞാൻ തെറ്റിപ്പോയതാണോ എന്നുള്ളത് അത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. പിന്നെ CRR 3% ആണ്. റിസർവ് ബാങ്കിൽ ഓരോ ബാങ്കും കീപ്പ് ചെയ്യേണ്ടതാണ്. ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ 3% ഇവിടെ കീപ്പ് ചെയ്യണം. അതിന് റിസർവ് ബാങ്ക് ഇൻട്രസ്റ്റും കൊടുക്കും. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോസ് എന്നുള്ളത് ബാങ്കിൽ തന്നെ കീപ്പ് ചെയ്യേണ്ടതാണ്, ലിക്വിഡിറ്റി ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ റേഷ്യോസ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ റേറ്റിനെ ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ഓക്കെ, ദെൻ ജസ്റ്റ് ഈ ഒരു പോർഷൻസ് എന്നുള്ളത് ഇൻ്റർനാഷണൽ ട്രേഡ് ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളൊരു ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് ട്രേഡ് എന്നുള്ളത് നമ്മൾ ഡിഫറെൻറ്റ് കൺട്രി ആയിട്ട് ഇമ്പോർട്ടും എക്സ്പോർട്സും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഇമ്പോർട്ട് എക്സ്പോർട്സിൽ വരുന്ന മീൻസ് പേയ്മെൻ്റ് ആണ്. ഇപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാൻ നിൽക്കുക, നമുക്കൊരു സർപ്ലസ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. നമുക്കതിലൊരു നെഗറ്റീവായുള്ള ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ആ ഒരു ഡാറ്റ നമുക്ക് പ്രധാനപ്പെട്ടതാണെന്നുള്ളതാണ് പറയാൻ പറഞ്ഞത്. ഇൻ്റർനാഷണൽ ട്രേഡിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്നുള്ള ഡാറ്റ നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ 2 അക്കൗണ്ട്സ് ആണുള്ളത്. ഒന്ന് കറണ്ട് അക്കൗണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്സ് ആണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ഇതേപോലെ അത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡാണ് എന്നുള്ളതാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് എപ്പോഴും ഡെഫിസിറ്റ്സ് ആണ് ഉണ്ടാകുന്നത്. ആ ഡെഫിസിറ്റ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ഡെഫിസിറ്റ്സിനെ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൽ വ്യത്യാസം വരും, ഫോറക്സ് റേറ്റിൽ വ്യത്യാസങ്ങൾ വരുത്തും. പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് പവർ കൺട്രിയുടേത് വർദ്ധിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഫ്യൂവലിൻ്റെ യൂസേജ് റിഡ്യൂസ് ചെയ്യുക, പക്ഷേ അത് ആവശ്യത്തിന് യൂസ് ചെയ്യണം. ഇപ്പോൾ EV സോളാർ എന്നുള്ള സിസ്റ്റത്തിലേക്കൊക്കെ നമുക്ക് മാറാൻ പറ്റുമോ, അതിലൊക്കെ നമുക്ക് റിസർച്ചുകൾ ചെയ്യാം. നമ്മൾ ഫെർദർ റീഡിങ് ഇവിടെയൊക്കെ വർദ്ധിപ്പിക്കുക. ഇത് ഓൾറെഡി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ്. ജസ്റ്റ് നോക്കാം. പിന്നെ ഒരൊറ്റ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാം കുറച്ചധികം. അത് ഗ്ലോബലൈസേഷനാണ്. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഗ്ലോബലൈസേഷൻ എന്നുള്ളത് ശരിക്കും ഒരു US പോലത്തെ എക്കണോമിയാണ്. അത് ഗ്ലോബലൈസേഷനൊക്കെ 100% സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കൺട്രി. പക്ഷേ US ഒക്കെ അവരുടെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് ഗ്ലോബലൈസേഷനെ യൂസ് ചെയ്യാണ് എപ്പോഴും ചെയ്യാറ്. അതാണ് ഇപ്പം ഒരു താരിഫ് വാറൊക്കെ ഉണ്ടാവാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം US പോലത്തെ ഒരു ഗ്ലോബലൈസ്ഡ് എക്കണോമി പെട്ടെന്ന് താരിഫായിട്ട് വരുന്നത് അവർ കുറച്ച് പാനിക്കായ സെനാരിയോസിലാണ്. അപ്പം ഗ്ലോബലൈസേഷൻ്റെ ഒരു മീനിങ് കുറഞ്ഞു വരുന്നൊരു സമയമാണ് ഇപ്പോൾ. എന്നാൽ പോലും ഗ്ലോബലൈസേഷൻ എന്നുള്ളത് നമുക്ക് ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാം, സെല്ല് ചെയ്യാം എന്നുള്ള ഒരു കോൺസെപ്റ്റിനെയാണ് ഗ്ലോബലൈസേഷൻ. പക്ഷേ ഇത് 100% കറക്റ്റ് അല്ല. അവിടെ ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ, ക്യാപിറ്റൽ, ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നുള്ളതാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും ഔട്ട്പുട്ട് സെല്ല് ചെയ്യാം, എവിടെ നിന്ന് വേണമെങ്കിലും അത് പർച്ചേസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സെനാരിയോസ് ആണ് മാർക്കറ്റിൽ ഗ്ലോബലൈസേഷൻ എൻഷുർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗ്ലോബലൈസേഷൻ്റെ ഒരു പോസിറ്റീവ്നെസ്സും നെഗറ്റീവ്നെസ്സും ചിലപ്പം ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പോസിറ്റീവ്നെസ് ഉള്ളത് ഇത്രയാണ്.
ഒന്ന് ബെസ്റ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. നമുക്ക് എവിടെയാണോ നല്ല റിസോഴ്സ് ഉള്ളത് അവിടെ പോയി മാനുഫാക്ചർ ചെയ്യാം. അതുകൊണ്ടാണ് ഐഫോൺ മാനുഫാക്ചറിന് വേണ്ടിയിട്ട് ഇന്ത്യയിലേക്കും അതേപോലെ മറ്റ് തായ്ലാൻഡിലേക്കൊക്കെ അവർ പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ ഉണ്ടാവും, അതേപോലെ ഒരു ഗ്ലോബൽ കോമ്പറ്റീഷൻസ് ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ തന്നെ ഒരേ സമയത്ത് ഒരു നെഗറ്റീവായിട്ട് മാറുകയും ചെയ്യും. ഇതാണ് റിച്ച് പുവർ എന്നുള്ളൊരു ഗ്യാപ്പിൻ്റെ സാധ്യതകളുണ്ട്. പിന്നെ കോമ്പറ്റീഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ എവിടെയാണോ പോസിറ്റീവ്നെസ് ഉള്ളത് അവർക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും, നെഗറ്റീവ്നെസ് ഉള്ള ആളുകൾക്ക് വീണ്ടും വീണ്ടും താഴേക്ക് പോകാൻ, ആ ഗ്യാപ്പ് വർദ്ധിക്കാൻ ഒരു സാധ്യത ഉണ്ട്. പിന്നെ എവിടെയെങ്കിലും ഒരു എക്കണോമിക് ക്രൈസിസ് ഉണ്ടെങ്കിൽ അത് എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ആവാനുള്ളൊരു കാരണം ഗ്ലോബൽ എന്നുള്ളത് ഒരു സെനാരിയോ ആകുമ്പോൾ. ഇപ്പോൾ അതുകൊണ്ടാണ് യു എസിലെ ന്യൂസ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. യു എസിൽ 2008 ഉണ്ടായിരുന്ന ക്രൈസിസ് ഗ്ലോബൽ ക്രൈസിസ് ആയിട്ട് മാറുന്നതും അതുകൊണ്ടാണ്. പിന്നെ വീക്കർ ഇൻഡസ്ട്രീസിനെ എന്ത് ചെയ്യും, അത് വളരെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. ഇപ്പം ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ കൊയർ ഇൻഡസ്ട്രി ഇനി വലിയ രീതിയിലൊന്നും നന്നാവാതിരിക്കാനുള്ള മെയിനായിട്ടുള്ള കാര്യം നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമുക്ക് കയർ പ്രോഡക്ട്സ് ഒക്കെ തന്നെ പ്ലാസ്റ്റിക് കയർ പ്രോഡക്ട്സ് ഒക്കെ വളരെ ചീപ്പായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ഈ കൊയർ ഇൻഡസ്ട്രിയിൽ വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത്രയും ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഈ ഏരിയാസിൽ നമുക്ക് എക്സാമിന് വേണ്ട കാര്യങ്ങൾ ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് വെക്കാം. പക്ഷേ ഈ ഏരിയാസിലെ ഫർദർ റീഡിങ്ങും റിസർച്ചും ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു മീൻസ് ഞാൻ ഈ ഒരു PDF ഞാൻ ഇട്ട് തരാം. അപ്പോൾ ഈ ഏരിയാസ് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് റീഡ് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് മൈക്രോ മാക്രോ ഫാക്ടേഴ്സിനെ കുറിച്ചിട്ട് നാഷണൽ ഇൻകം, സേവിങ്സ്, ഇൻഫ്ലേഷന്, ഫിസിക്കൽ പോളിസീസ്, അതേപോലെ മോണിറ്ററി പോളിസീസ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ്, അതേപോലെ തന്നെ ഫോറിൻ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ്, പിന്നെ അതേപോലെ ഗ്ലോബലൈസേഷൻസ്, പിന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ്, അത്തരം കോൺസെപ്റ്റൊക്കെ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ബുക്ക്സ് ജസ്റ്റ് എന്തായാലും റീഡ് ചെയ്യുക. അതിന് ശേഷം അതേപോലെ ഈ ഏരിയാസ് റിലേറ്റ് ചെയ്ത ന്യൂസസ് ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഈ ഏരിയാസ് ജസ്റ്റ് ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇതുവരെയുള്ള ഏരിയാസ് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കാം. കാരണം നമ്മൾ കുറച്ച് പുറകിലേക്ക് പോയാൽ, കാരണം നമ്മൾ അടുത്ത ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് എക്സാമിനൊക്കെ കൊടുക്കണമല്ലോ. അപ്പം ഇങ്ങനെ എക്സാമിന് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇത് നമുക്ക് എല്ലാം ഓർത്ത് വെക്കാൻ പറ്റണം. അപ്പം അതുകൊണ്ട് ഇതുവരെയുള്ള എല്ലാ ഏരിയാസും ഇന്നും നാളെയും കൊണ്ട് ജസ്റ്റ് കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് മൺഡേ ഞാൻ ഞായറാഴ്ച ആകുമ്പോഴേക്കും ഇതിൻ്റെ ക്യൂസും കൂടെ തരാം. പിന്നെ നിങ്ങൾക്ക് മൺഡേ ഓൺവേർഡ്സ് പുതിയ ഒരു ഏരിയ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻസുമായിട്ട് പോവാം. ഇത് കുറേ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടതാണ്. പക്ഷെ നമ്മളിത് കാരണം ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഡിസ്കഷൻസ് മാത്രമാണ് എടുത്തത്. ഫർദർ കാര്യങ്ങൾ നമ്മളൊരു റീഡിങ്ങിനും അങ്ങനെ റീഡ് ചെയ്യുന്ന സമയത്ത് നല്ല ആർട്ടിക്കിൾസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഇട്ടോളൂ. നമുക്ക് ഗ്രൂപ്പിൽ നിന്ന് എല്ലാവർക്കും വായിക്കുകയൊക്കെ ചെയ്യാമല്ലോ. ലിങ്കൊക്കെ ഒന്ന് ഇട്ടാൽ മതി, ഷെയർ ചെയ്താൽ മതി. ഓക്കെ, ഷെയർ ചോദിച്ചോളൂ. ഓക്കെ. അപ്പോൾ നമുക്കിനി ഈ ഏരിയ ഇതുവരെയുള്ള ഏരിയാസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വെച്ചേക്കണേ. ആ ഒരു എക്സാം നമുക്ക് ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ചെറിയ ഷോർട്ട് നോട്ട് എഴുതിയില്ലെങ്കിലും ജസ്റ്റ് പോയിന്റ് എടുത്ത് വെക്കുക. ആ പോയിന്റ് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ അതിൽ പോഡ്കാസ്റ്റ് കേൾക്കുക, അല്ലെങ്കിൽ അതിനെ ജസ്റ്റ് ഒരു ഫർദർ റീഡിങ്ങിന് എടുക്കുകയൊക്കെ ഒന്ന് ചെയ്ത് വെച്ചാൽ, ഒന്ന് ബ്രീഫ് ചെയ്ത് വെച്ചാൽ മതി, ഒന്നും മറന്നു പോകാതിരിക്കാൻ. അസ്ജിതും അതിലെ നോട്ടൊക്കെ മേക്ക് ചെയ്ത് ഒന്ന് വെച്ചേക്കണേ. അസ്ജിത് ഇതുവരെയുള്ള ഏരിയ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വെക്കാം. മൺഡേ മുതൽ നമുക്കൊരു ഫ്രഷ് ഏരിയ ഇൻഡസ്ട്രിയൽ അനാലിസിസ് എന്നുള്ള ഒരു ഫ്രഷ് ഏരിയ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. ഇൻഡസ്ട്രിയൽ അനാലിസിസിൽ നമുക്ക് ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു ഔട്ട്ലുക്ക് ഒക്കെ നമുക്ക് കുറച്ചും കൂടെ കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കണേ. ഓരോ ഇൻഡസ്ട്രീൻ്റെ ഇപ്പോഴത്തെ ഒരു ഔട്ട്ലുക്ക് എന്താണെന്നുള്ളതൊക്കെ നോക്കാം. ആ ഇൻഡസ്ട്രി എന്നുള്ള മേജർ ഷെയർസ് ഏതാണെന്ന് നമുക്ക് നോക്കി വയ്ക്കാം. ആ ഷെയർസിൻ്റെ ഒക്കെ ഇപ്പം നമ്മൾ പറഞ്ഞ PE റേഷ്യോ, ബുക്ക് വാല്യൂ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഒക്കെ വെച്ചിട്ട് എങ്ങനെയുണ്ട് നമുക്ക് എല്ലാ ഇൻഡസ്ട്രീസിൽ നിന്നും ഓരോ ഷെയർസ് ഒക്കെ ചൂസ് ചെയ്യുന്ന രീതിയിലേക്ക് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം അടുത്ത ഇൻഡസ്ട്രിയൽ അനാലിസിസിന്ന്. ഓക്കെ, അപ്പോൾ എന്നാൽ നമുക്ക് നമ്മൾ മൺഡേ ആയിരിക്കും മീറ്റ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഈ ഒരു 2 days ഒരു പ്രിപ്പറേഷനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് മൺഡേ മീറ്റ് ചെയ്യാം എന്നാൽ. ഓക്കെ, ശരി.